ഹായ് ഓൾ, എല്ലാവർക്കും നീൽസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 6-ലെ കെമിക്കൽ ബോണ്ടിങ് എന്ന ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നത്? യെസ്, ഫോം ചെയ്യുന്നത് നമുക്കറിയാം. അവിടെ ഇലക്ട്രോണിന്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിന്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അവിടെ അയോണിക് ബോണ്ട് ഫോം ചെയ്തു എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി കോവാലന്റ് ബോണ്ട് ആണെങ്കിലോ? യെസ്, നമുക്ക് അറിയുന്ന പോലെ തന്നെ കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ അവിടെ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ അല്ല നടക്കുന്നത്, ജസ്റ്റ് എന്താണ് ഇവരെ തമ്മിൽ ഷെയറിംഗ് ആണ് നടക്കുന്നത്, അല്ലേ? കോർഡിനേറ്റ് ബോണ്ട് ആണെങ്കിൽ അവിടെ എന്താണ് ഷെയറിംഗ് തന്നെയാണ് നടക്കുന്നത്, പക്ഷേ ഇവിടെ ഒരു ആറ്റം മാത്രമായിരിക്കും ആ രണ്ട് ഇലക്ട്രോണിനെയും ഷെയർ ചെയ്യുക. ഓക്കെ, കോവലന്റ് ആണെങ്കിൽ ആ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന രണ്ട് ആറ്റവും പരസ്പരം എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമെങ്കിൽ കോർഡിനേറ്റ് ബോണ്ട് ആണെങ്കിൽ അവിടെ എന്ത് ഒരാള് ഷെയറിങ് തന്നെയാണ് നടക്കുന്നത്, പക്ഷെ എന്ത് ആ ഡൊണേറ്റ് ചെയ്യുന്നത് രണ്ട് ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? അത് ഒറ്റ ആറ്റം ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അയോണിക് ബോണ്ടിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇവിടെ എന്താണ് കാറ്റിയോൺ അതുപോലെ ആനയോൺ ഇതൊക്കെ ബേസിക് നിങ്ങൾക്ക് അറിയുന്നതാണ്. കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ആറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമല്ലോ, ആ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് വരും. അതിനെയാണ് കാറ്റിയോൺ എന്ന് പറയുന്നത്. ദെൻ ആറ്റം ദാറ്റ് ഗെയിൻസ് ഇലക്ട്രോൺ ദാറ്റ് ബിക്കം നെഗറ്റീവ് ചാർജ്ഡ് അയോൺ, അതിനെയാണ് ആനയോൺ എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെ സോഡിയത്തിന്റെ Na എന്തായിട്ട് മാറും? ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് Na+ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ കാറ്റിയോൺ ആരാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആരാ? നമ്മുടെ സോഡിയാണ് പോസിറ്റീവ് ചാർജുള്ള അയോണായി അല്ലെങ്കിൽ കാറ്റിയോൺ ആയിട്ട് മാറുന്നത്. ദെൻ ആനയോണ് നമുക്ക് എടുക്കാം ക്ലോറിൻ. ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറും? Cl- ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ Cl- ആണ് നമ്മുടെ ആനയോൺ. ഓക്കെ, അപ്പൊ ഇവ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് Na+ അതുപോലെ Cl കൂടി ചേർന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? Cl- കൂടി ചേർന്നിട്ടാണ് സോഡിയം ക്ലോറൈഡ് കോമ്പൗണ്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ തമ്മിലുള്ള ബോണ്ട് എന്താണ്? ഇവിടെ നമുക്കറിയാം സോഡിയം ഒരു ഇലക്ട്രോണിനെ ആർക്ക് ഷെയർ ചെയ്തു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു? ക്ലോറിനിലേക്ക് ഷെയർ ചെയ്തു. ഓക്കെ, അതുപോലെ ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? Cl- ആയിട്ട് മാറി. ഇവർ തമ്മിലുണ്ടാകുന്ന ബോണ്ടാണ് എന്ത് അവിടെ അയോണിക് ബോണ്ടായിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ? സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇതെന്താണ് പോസിറ്റീവ് ചാർജുള്ള അയോണും അതുപോലെ നെഗറ്റീവ് ചാർജുള്ള അയോൺ ആകുമ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടാവും? ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് ഇവർ സ്ട്രോങ് ആയിട്ട് ബോണ്ടിങ്ങിൽ നിൽക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ജസ്റ്റ് നോക്കാം. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോം ഡ്യൂ ടു ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് വൺ ഓർ മോർ ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അനദർ ആറ്റം. ദ ആറ്റം ദാറ്റ് ലോസസ് ഇലക്ട്രോൺ ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് കാറ്റയോൺ. ദെൻ ദ ആറ്റം ദാറ്റ് ഗെയിൻ ഇലക്ട്രോൺ ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ. അതിനെയാണ് ആനയോൺ എന്ന് വിളിക്കുന്നത്. ഇനി ഇവർ തമ്മിൽ എന്തുണ്ടാവും? ഇവർ തമ്മിൽ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട കാര്യം ഇവർ തമ്മിൽ അല്ലെങ്കിൽ ഒരു അയോണിക് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ഉള്ള ബേസിക് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? യെസ്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അവിടെ ലോ അയണൈസേഷൻ എനർജി ആയിരിക്കണം. ആർക്ക്? യെസ്, നമ്മൾ നോക്കുക, ഇപ്പൊ ഒരു കാറ്റിയോൺ ആണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്, ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണെങ്കിൽ ആളെ അയണൈസേഷൻ എനർജി എന്തായിരിക്കണം? വളരെ ലോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അയണൈസേഷൻ എനർജി കുറയാ മീൻസ് എന്താ? ആ മെറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ആ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു, ഇനി ആ ഇലക്ട്രോൺ സ്വീകരിക്കാൻ ആൾ വേണ്ടേ? അപ്പൊ സ്വീകരിക്കുന്ന ആ എബിലിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വിളിക്കുക, അല്ലേ? അപ്പോ ആ ഇലക്ട്രോൺ എന്ത് വളരെ നന്നായിട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ആളെയാണ് എന്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളാണ് ഇതിൽ ആനയോണായിട്ട് വരേണ്ടത്. അതായത് അവിടെ നമുക്കറിയാം ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ നോൺ മെറ്റലിന് ഷുഡ് ഈസിലി ഗെയിൻ ഇലക്ട്രോൺ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ലാർജ് ഡിഫറൻസ് ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അതൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഈ ആനയോണും കാറ്റയോണും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ലാർജ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ NaCl ആണെങ്കിൽ സോഡിയം ക്ലോറിൻ തമ്മിലുള്ള ആ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ഏകദേശം 1.7 കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ അയോണിക് ബോണ്ട് നടക്കുള്ളൂ. ഓക്കെ അല്ലേ? ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്. സപ്പോസ് നമ്മളിപ്പോൾ പോളിംഗ് സ്കെയിൽ പ്രകാരം സോഡിയത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്ര വരുന്നത്? സോഡിയത്തിന്റെ വാല്യൂ യെസ് നമുക്കറിയാം 0.93 ആണ്.
ഓക്കെ. ക്ലോറിന്റെ ആണെങ്കിലോ, ക്ലോറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 3.16 ആണ്. ഓക്കെ, അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആളാണ് ക്ലോറിൻ അതുപോലെ ഫ്ലോറിൻ ഒക്കെ. സോ ഇവിടെ നോക്കുക, ഇവർ തമ്മിലെ വ്യത്യാസം ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.23 ആണ് വരുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 1.7 അല്ലെങ്കിൽ എന്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി 1.7നേക്കാൾ കൂടുതലാണ് എങ്കിൽ നമുക്ക് പറയാം അവിടെ എന്തുണ്ടായി, അയോണിക് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോ ആ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കുക. ഇപ്പൊ നിങ്ങള് KCl അയോണിക് ബോണ്ട് ആണ് നമുക്കറിയാം. KCl അതിന്റെ റീസൺ എന്താ? KCl അവിടുത്തെ ആ ഡിഫറൻസ് അല്ലെങ്കിൽ കെയും സിഎല്ലും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ ഡിഫറൻസ് വരുന്നത് 2.34 സംതിങ് ആണ്. ഓക്കെ, അപ്പോ അതൊക്കെ എന്താണ് 1.7നേക്കാൾ കൂടുതലാണ്. അപ്പൊ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ലാർജ് ഡിഫറൻസ് ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി, അത് ആ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി 1.7നേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുക. ദെൻ അടുത്തത് നോക്കേണ്ടത് എന്താ, ഇവിടുത്തെ ലാറ്റിസ് എനർജി എന്തായിരിക്കും? ഹൈ ലാറ്റിസ് എനർജി ആയിരിക്കും. അതായത് ഇവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എനർജി ഈ ക്രിസ്റ്റൽ ഫോം ചെയ്യുമല്ലോ, എന്തായാലും Na+Cl കൂടി NaCl ഉണ്ടാകുമ്പോൾ ഈ ക്രിസ്റ്റൽ ഫോർമേഷനിൽ ഉണ്ടാവുന്ന എനർജി അല്ലെങ്കിൽ ആ റിലീസ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? ഹൈ ലാറ്റിസ് എനർജി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഒരു അയോണിക് ബോണ്ടിനെ ഫേവർ ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെ ചോദിച്ചാൽ, ഒന്ന് അയണൈസേഷൻ എനർജി എന്തായിരിക്കും? വളരെ ലോ ആയിരിക്കണം. അതേപോലെ ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി, ദെൻ ലാർജ് ഡിഫറൻസ് ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി, അതായത് 1.7നേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, ദെൻ അതായത് ഡിഫറൻസ് ആണ് 1.7നേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഹൈ ലാറ്റിസ് എനർജി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് അയോണിക് ബോണ്ടിനെ ഫേവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് അയോണിക് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ്? എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ഇതിന്റെ മെയിൻ ആയിട്ട് ഇവർ കാണപ്പെടുന്ന ഏത് സ്റ്റേറ്റിലായിരിക്കും? സോളിഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. അതുപോലെ റൂം ടെമ്പറേച്ചറിൽ മിക്ക അയോണിക് കോമ്പൗണ്ടും ക്രിസ്റ്റലൈൻ നേച്ചർ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഒരു അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ അതിന്റെ ആ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കൂടുതലായിരിക്കുമല്ലോ, അല്ലേ? അതായത് അയോണിക് കോമ്പൗണ്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ദെൻ ബോയിലിംഗ് പോയിന്റ്, ഇതെല്ലാം വെരി ഹൈ ആണ്. ഓക്കെ, അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ ഇവർ തമ്മിൽ എന്തുണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ ഹൈ ആവാൻ കാരണം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. NaClന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് ഏകദേശം 801°C ആണ്. ഓക്കെ അല്ലേ? ദെൻ സൊലൂബിലിറ്റി നോക്കുകയാണെങ്കിലോ, സൊലൂബിലിറ്റി നമുക്കറിയാം നമ്മുടെ അയോണിക് കോമ്പൗണ്ട്സ് വാട്ടറിൽ അല്ലെങ്കിൽ പോളാർ സോൾവെന്റിൽ എന്ത് ചെയ്യും? വളരെ ഈസിലി സൊലൂബിൾ ആണ്. അതേസമയം ബെൻസീനോ അല്ലെങ്കിൽ ഈതർ പോലത്തെ നോൺ പോളാർ സോൾവെന്റിൽ ഇവ ലയിക്കില്ല. ഓക്കെ, അപ്പൊ നോക്കാം. സോ ഇറ്റ് ഈസ് അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട് സൊലൂബിൾ ഇൻ പോളാർ സോൾവെന്റ്, ദെൻ ദേ ആർ ഇൻസൊലൂബിൾ ഇൻ നോൺ പോളാർ സോൾവെന്റ് ലൈക്ക് ബെൻസീൻ ഓർ ഈതർ. ഓക്കെ അല്ലേ? അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കുകയാണെങ്കിലോ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. നമുക്കറിയാം പൊതുവെ സോളിഡ് ഫോമിൽ ഈ അയോണിക് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുന്നില്ല? കണ്ടക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഇവിടെ നമുക്കറിയാം കണ്ടക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ അയോൺസ് ഉണ്ടാവണം. ഓക്കെ, ഈ കേസിൽ അല്ലെങ്കിൽ ഒരു സോളിഡ് അയോണിക് കോമ്പൗണ്ട്സ് സംബന്ധിച്ച് അവ അവിടെ എന്തില്ല, അവിടെ ഫിക്സഡ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ കണ്ടക്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അയോണിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സോളിഡ് അയോണിക് കോമ്പൗണ്ട്സ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അതേസമയം മോൾട്ടൻ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അക്വ സൊല്യൂഷനൊക്കെ ആണെങ്കിൽ അവ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. റീസൺ എന്താ വെച്ചാൽ നമുക്കറിയാം അയോണിക്കോ അല്ലെങ്കിൽ അക്വ സൊല്യൂഷനോ അല്ലെങ്കിൽ മോൾട്ടനൊക്കെ ആണെങ്കിൽ അവ എന്ത് ചെയ്യും? ഒരുപാട് ഫ്രീ ആയിട്ട് അവർക്ക് അയോൺസിന് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് അറിയുന്നതാണ്. ദെൻ ഇതിന്റെ എന്താ പറയാ ഹാർഡ്നെസ്സും അതുപോലെ ബ്രിട്ടിൽനെസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്ന കാര്യം എന്താ? അയോണിക് കോമ്പൗണ്ട്സ് ഹാർഡാണ്, അതുപോലെ പെട്ടെന്ന് പൊട്ടി പോകുന്ന ടൈപ്പുമാണ്. ഓക്കെ, ദെൻ അതായത് നമ്മളിപ്പോ എന്താ പറയാ ഒരു സപ്പോസ് എന്തുകൊണ്ട് പൊട്ടി പോകുന്ന ചോദിച്ചാല് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? നമുക്കറിയാം പോസിറ്റീവും നെഗറ്റീവ് ചാർജ് അയോൺസ് ആണ്, അല്ലേ? അല്ലെങ്കിൽ ഇതിൽ എന്തുണ്ട്? നമ്മൾ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാവുമ്പോൾ ഇവർ സിമിലർ ചാർജസ് തമ്മിൽ എന്ത് ചെയ്യും? റിപ്രഷൻ നടക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് ഈ അയോണിക് കോമ്പൗണ്ട്സ് ബ്രിട്ടിൽ ആണ് എന്നുള്ളത്. ഓക്കെ, ദെൻ ലാറ്റിസ് എനർജിന്റെ കേസ് എന്താണ് വരിക?
യെസ്, ഇവിടെ ലാറ്റിസ് എനർജി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതായത് Na+ഉം Cl- കൂടി ചേർന്ന് NaCl ഉണ്ടാവുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന എനർജിയാണ് എന്ത് നമ്മൾ ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലാറ്റിസ് എനർജി കൂടുതൽ മീൻസ് എന്താ പറയാൻ പറ്റുക, അതായത് അവര് തമ്മിലുള്ള ബോണ്ടിങ് എന്തായിരിക്കും, സ്ട്രോങ്ങർ ആയിരിക്കും. ഓക്കെ, അതുപോലെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അയോണിക് ബോണ്ടിന്റെ എന്താണ് ഇത് ഡയറക്ഷൻ അല്ല. ഓക്കെ, അതായത് കോവലന്റ് ബോണ്ട് ആണെങ്കിൽ നമുക്ക് ഡയറക്ഷണൽ ആണെന്ന് പറയാം, പക്ഷെ അയോണിക് ബോണ്ട്സ് ആർ നോൺ ഡയറക്ഷണൽ. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്കറിയുന്നതാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണ് ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം NaCl ഒക്കെ ആണെങ്കിൽ അതിനെന്തുണ്ട്, ഫേസ് സെന്റേഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ്. ദെൻ പിന്നെ എന്താ, ഈ അയോണിക് കോമ്പൗണ്ട്സ് ആർ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസിക്സ് ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ലാറ്റിസ് എനർജി, അല്ലെങ്കിൽ എന്താണ് ലാറ്റിസ് എനർജി? ലാറ്റിസ് എനർജി ഈസ് ദ എനർജി റിലീസ്ഡ് when when one mole of an ionic solid is formed from its gaseous ion. നോക്കാം, അതായത് ഇവിടെ എന്താ ലാറ്റിസ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി റിലീസ്ഡ് when one mole of an ionic solid is formed from its gaseous ion. അതായത് ഒരു മോള് അയോണിക് സോളിഡ്, അല്ലെങ്കിൽ സപ്പോസ് NaCl പറയുകയാണെങ്കിൽ ഒരു മോള് NaCl നമ്മുടെ Na+ൽ നിന്നും അതുപോലെ Cl- നിന്നും ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് എന്ത്, ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ U എന്നാണ്. ഓക്കെ, പിന്നെ ഇവിടെ എനർജി റിലീസ് ആയതുകൊണ്ട് നമ്മൾ എന്താ കൊടുക്കുക, -U എന്നാണ് പൊതുവെ കൊടുക്കാറുള്ളത്. അതേസമയം ഇപ്പൊ എനർജി ഫോം ചെയ്യുകയാണെങ്കിൽ എനർജി റിലീസ് ചെയ്യും. സോ നമ്മൾ എന്ത് നെഗറ്റീവ് U ആണ് കൊടുക്കാറുള്ളത്. അതേസമയം പോസിറ്റീവ് U എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, അവിടെ നമ്മളെന്ത് ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനർജി കൊടുക്കണമല്ലോ. ആ കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അവർ നമ്മൾ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ഉണ്ടാകുന്നത്, പോസിറ്റീവ് U ആണ് വരിക. അത് നിങ്ങൾക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയുള്ളൂ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ ലാറ്റിസ് എനർജിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഒന്ന്, ഈ അയോൺസിന്റെ ചാർജ് കൂടിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. അതിനർത്ഥം എന്താ, അട്രാക്ഷൻ കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലാറ്റിസ് എനർജി എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോ നമ്മുടെ അയോണിന്റെ ചാർജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചാർജ് കൂടുന്തോറും, അതായത് Na+, അതുപോലെ Mg2+, അപ്പൊ ഇങ്ങനെ ഇവരെ ചാർജ്, ഇപ്പൊ Na+ ആണെങ്കിൽ +1 ചാർജ് ആണല്ലോ, Mg2+ ആണെങ്കിൽ 2 ആണ് എന്ത് അതിന്റെ ചാർജ് വരുന്നത്. അതുപോലെ Al3+ ആണെങ്കിൽ അതിന്റെ ചാർജ് എന്താ 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ അയോണിന്റെ ചാർജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചാർജ് കൂടുന്നതനുസരിച്ച് ലാറ്റിസ് എനർജി അല്ലെങ്കിൽ U എന്ത് ചെയ്യുന്നുണ്ട്, കൂടും. ഓക്കെ അല്ലേ. ദെൻ അടുത്തൊരു ഫാക്ടർ അയോണിക് സൈസ്. ഓക്കെ, അല്ലെങ്കിൽ അയോണിക് റേഡിയസ് എന്ന് പറയാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അയോണിക് സൈസ് കൂടിയാൽ എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ അയോണിക് റേഡിയസ് കൂടിയാൽ, യെസ്, അയോണിക് റേഡിയസ് കൂടിയാൽ അവിടെ അട്രാക്ഷൻ കുറയല്ലേ ചെയ്യുക, അല്ലേ? സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് സംഭവിക്കുക, ലാറ്റിസ് എനർജി കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ലാറ്റിസ് എനർജി കൂടുക ഏത് സമയത്ത് മാത്രമായിരിക്കും, റേഡിയസ്, അയോണിക് റേഡിയസ് അല്ലെങ്കിൽ അയോണിക് സൈസ് കുറയുന്ന സമയത്ത് മാത്രമാണ് എന്ത് നമ്മുടെ ലാറ്റിസ് എനർജി കൂടുക. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ ലാറ്റിസ് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അയോണിക് സൈസ് ആണ്. നേരത്തെ പറഞ്ഞ ചാർജിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു. ദെൻ അയോണിക് സൈസ് അല്ലെങ്കിൽ അയോണിക് റേഡിയസിനെ സംബന്ധിച്ച് അവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ റിലേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദെൻ അടുത്തത് എന്താ, ഇന്റർ അയോണിക് ഡിസ്റ്റൻസ്. അതും അറിയുന്ന കാര്യം തന്നെയല്ലേ. അതായത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് അയോണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ലാറ്റിസ് എനർജി എന്താണ് സംഭവിക്കുക, ലാറ്റിസ് എനർജി കുറയാണ് ചെയ്യുക. അതേസമയം അതായത് നമുക്ക് പറയാം, ഈ ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് കുറയാണ് എങ്കിൽ, അല്ലെങ്കിൽ സ്മോളർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഹയർ ലാറ്റിസ് എനർജി ആണ് വരിക. ഓക്കെ, അതുപോലെ വേറെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ ക്രിസ്റ്റലിന്റെ ജിയോമെട്രി. ഓക്കെ അല്ലേ. അപ്പൊ ഡിഫറെന്റ് ജിയോമെട്രി ആണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ഡിഫറെന്റ് U ആണ് കിട്ടുക. അപ്പൊ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം ചാർജിന്റെ കാര്യമാണ്. അയോൺസിന്റെ കാറ്റയോൺ ആവട്ടെ ആനയോൺ ആവട്ടെ, അതിന്റെ ചാർജ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ലാറ്റിസ് എനർജി കൂടും. അയോണിക് സൈസ് കൂടുമ്പോൾ ലാറ്റിസ് എനർജി കുറയാണ് ചെയ്യുക, അത് ഇൻവേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ ഡിസ്റ്റൻസ് കുറയുന്ന സമയത്താണ് ലാറ്റിസ് എനർജി കൂടുക. ഇത്രയും ഫാക്ടേഴ്സ് ഓർത്ത് വെക്കുക. ഇനി ഈ ലാറ്റിസ് എനർജി നമുക്ക് എന്ത് തിയറിറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി
ഒരു ഇക്വേഷൻ ആണ് ഇത് ബോൺ ലാൻഡ് ഇക്വേഷൻ. ഇതിന് ഡെറിവേഷൻ ആവശ്യമില്ല, ഈ ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതിലെ എന്താ പറയുക ഏതൊക്കെ ടേംസ് ആണ് ഒന്ന് അറിഞ്ഞു വെക്കുക, അതിൽ ഏതൊക്കെയാണ് ഇതിനോട് ഡയറക്ട്ലി ഇൻക്രീസ് ആകുന്നത്, അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഏതൊക്കെയാണ് ആ ടേംസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അല്ലാതെ ബാക്കി വളരെ ഡെപ്തിലേക്കൊന്നും ഇത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലാറ്റിസ് എനർജി തിയറട്ടിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോൺ ലാൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം എന്താണ് ഇക്വേഷൻ പറയുന്നത്. യു ഈക്വൽ ടു മൈനസ് എൻ എം ഇസഡ് പ്ലസ് ഇസഡ് മൈനസ് ഇ സ്ക്വയർ ബൈ 4πε0 r0 ഇൻറ്റു 1 മൈനസ് 1/n. ഇതിൽ ഓരോ ടൈമും നോക്കാം. എൻ എന്താണ്? എൻ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആണ്. ഓക്കെ, എം ഒരു കോൺസ്റ്റന്റ് ആണ്, മാഡ്ലൻ കോൺസ്റ്റന്റ്. ദെൻ ഇസഡ് പ്ലസും ഇസഡ് മൈനസും നമുക്ക് അറിയുന്നതാണല്ലോ. എന്താണ്? നമ്മുടെ കാറ്റയോണിന്റെയും ആനയോണിന്റെയും ചാർജ് ആണെന്ത് ഇസഡ് പ്ലസും ഇസഡ് മൈനസും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ ഇ എന്താണ്? ഈ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഇ. ദെൻ R0 എന്താ? R0 എന്ന് പറഞ്ഞാൽ ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, R0 ഇന്റർ അയോണിക് ഡിസ്റ്റൻസ്, എൻ അവഗാഡ്രോ നമ്പർ, എം മാഡ്ലൻ കോൺസ്റ്റന്റ്, ഇസഡ് പ്ലസ് ഇസഡ് മൈനസ് എന്താണ്? നമ്മുടെ അയോണിന്റെ ചാർജ് ആണ്, ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ. പിന്നെ ഇവിടെ എൻ കൊടുത്തിട്ടുണ്ടല്ലോ, എൻ ബോൺ എക്സ്പോണന്റ് ആണ്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കംപ്രസിബിലിറ്റിനെയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്? ലാറ്റിസ് എനർജി യു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇസഡ് പ്ലസ് ആൻഡ് ഇസഡ് മൈനസ്. ഓക്കെ അല്ലേ? നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അതായത് ലാറ്റിസ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് അയോണിക് ചാർജസ്. ഓക്കെ, അത് പറയാൻ പറ്റും. അതേപോലെ ലാറ്റിസ് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റർ അയോണിക് ഡിസ്റ്റൻസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സൈസ് ആണെങ്കിൽ പറയാം, അല്ലെങ്കിൽ അയോണിക് റേഡിയസ് എന്ന് പറയുന്ന രീതി പറഞ്ഞാലും എന്ത് ഇൻവേഴ്സ് തന്നെയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ലാറ്റിസ് എനർജി ഈസ് directly proportional to Z plus and Z minus, and it is inversely proportional to inter-ionic distance. Okay അല്ലേ? ഇനി അടുത്തത്, നമുക്ക് ഈ ലാറ്റിസ് എനർജി എക്സ്പെരിമെന്റലി ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കണ്ടുപിടിക്കാൻ കഴിയില്ല. തിയറട്ടിക്കലി പറ്റും, പക്ഷെ എക്സ്പെരിമെന്റലി ഡയറക്റ്റ് നമുക്ക് എന്തൊരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ലാറ്റിസ് എനർജി കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ബോൺ ഹേബർ സൈക്കിൾ മെത്തേഡ്. ഓക്കെ, ഇവിടെ പറയുന്നത് ചോദിച്ചാൽ, ഇവിടെ ഒരു ലാറ്റിസ് അല്ലെങ്കിൽ ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ഘട്ടങ്ങളിൽ നിന്ന് എന്ത് അതിന്റെ ഓരോന്നിന്റെയും എനർജി കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷനും അതുപോലെ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഓരോ എൻതാൽപ്പി ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസിൽ നിന്നാണ് എന്ത് നമ്മൾ ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നത് ഏതാണ്? ബോൺ ഹേബർ സൈക്കിൾ ആണെന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ, എക്സ്പെരിമെന്റലി ഡയറക്റ്റ് ആയിട്ട് ലാറ്റിസ് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് പകരം നമ്മൾ എന്ത് വേറെ കുറെ ഫാക്ടേഴ്സിന്റെ മെഷർമെന്റിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കും? ലാറ്റിസ് എനർജി കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ബോൺ ഹേബർ സൈക്കിൾ യൂസ് ചെയ്യുന്നത് ഹെസ്സസ് ലോ, നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന ഹെസ്സസ് ലോ ആണെന്ത് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹെസ്സസ് ലോ പറയുന്നത് എന്താ? നമുക്കറിയാം, ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഇൻ എ റിയാക്ഷൻ ഈസ് ദ സെയിം. അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, അതിന് ഒറ്റ പ്രോസസ്സായി നടന്നാലും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ് ആയിട്ട് നടന്നാലും അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ത് തന്നെയാണ് വരിക? സെയിം ആയിട്ടാണ് വരിക. അതാണ് ഹെസ്സസ് ലോ പറയുന്നത്. അതായത് സപ്പോസ് എയും ബിയും കൂടി ചേർന്ന് ഇപ്പൊ ഒരു എക്സ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നു. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് എത്രയാണോ അത് തന്നെയാണ് എന്ത് ഉണ്ടാവുക? എയിൽ നിന്ന് ഇപ്പൊ സപ്പോസ് ആദ്യം എന്തുണ്ടായി? എയിൽ നിന്ന് സി ഉണ്ടായി വിചാരിച്ചോളൂ. അതുപോലെ ബിയിൽ ആദ്യം എന്തായി മാറി? ബി ഡി ആയിട്ട് മാറി. ഓക്കെ, പിന്നെ ഈ സിയും ഡിയും കൂടി ചേർന്നിട്ടാണ് എന്ത് എക്സ് ഉണ്ടായതെങ്കിൽ, അപ്പൊ നോക്കുക ഇത്രയും പ്രോസസ്, അതായത് എയിൽ നിന്ന് എ ആദ്യം സി ആയിട്ട് മാറി. അപ്പൊ ആ സമയത്ത് എന്തുണ്ടായി? അവിടെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H1 ഉണ്ടായി. ഓക്കെ, അതുപോലെ ബിയിൽ നിന്ന് ഡി ഫോം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഡെൽറ്റ H2 ഉണ്ടായി. അവിടെ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടായല്ലോ, ഉണ്ടായി. ഓക്കെ, ഇനി ഈ സിയും ഡിയും കമ്പൈൻ ചെയ്തിട്ടാണ് എക്സ് ഉണ്ടായതെങ്കിൽ അപ്പൊ അവിടെ എന്താ? ഡെൽറ്റ H3 ഉണ്ടായി. അപ്പൊ ഇത്രയും പ്രോസസ്സ് അല്ലെങ്കിൽ ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3 ആണ് എന്ത് വരിക? ശരിക്കും ഉണ്ടായ ഡെൽറ്റ H എന്ന് വരിക. ഓക്കെ, ഒന്നുകൂടി പറയുകയാണെങ്കിൽ നോക്കാം, സംഗതി ഹെസ്സസ് ലോ വളരെ സിമ്പിൾ ആണ്.
ഇവിടെ ഉണ്ടായ എൻതാൽപ്പി ചേഞ്ച്. ഓക്കെ, ഞാൻ പറഞ്ഞു ഒറ്റ സ്റ്റെപ്പിൽ ഉണ്ടായത് അല്ലെങ്കിൽ എന്ത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് എത്ര സ്റ്റെപ്പ് എടുക്കുന്നോ, അതായത് ഇപ്പൊ നോക്കാം ഡെൽറ്റ എച്ച് ആണ് ആദ്യ സ്റ്റെപ്പ് ഉണ്ടായി, ദെൻ രണ്ടാമതൊരു സ്റ്റെപ്പ് ഉണ്ടായി, അങ്ങനെ മൊത്തം 3 സ്റ്റെപ്പ് ഉണ്ടായി വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടായ എൻതാൽപ്പി ചേഞ്ച് എന്താ? ഇത് ഓരോ സ്റ്റെപ്പിന്റെയും എൻതാൽപ്പി ചേഞ്ചിന്റെ സമ്മാണ് വരിക. ഓക്കെ, ഇതാണ് ഹെസ്സസ് ലോ പറയുന്നത്. ഈ മെത്തേഡാണ് ആര് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബോൺ ഹേബർ സൈക്കിളിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് NaClന്റെ ഫോർമേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ NaCl ഫോം ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? നമുക്കറിയാം Na എന്നുള്ളത് ഒരു മെറ്റൽ ആണല്ലോ, അല്ലേ? ഈ മെറ്റൽ അല്ലെങ്കിൽ സോളിഡ് ഇതിൽ നിന്ന് എന്തായിട്ട് മാറണം? ഇതിനെ ഒരു ഗ്യാഷ്യസ് ആയിട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ Na സോളിഡിൽ നിന്ന് ഇതിനെ എന്താക്കി മാറ്റണം? ഇതിനെ സബ്ലിമേറ്റ് ചെയ്ത് Na ഗ്യാസ് ആക്കി മാറ്റണം, സോഡിയം ഗ്യാസ് ആക്കി മാറ്റണം. ഓക്കെ, വേപ്പർ ആക്കി മാറ്റണം. അപ്പൊ അവിടെ നമ്മൾ എന്ത് എനർജി കൊടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന എനർജിയാണ് എന്ത്? സബ്ലിമേഷൻ എനർജി. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് അല്ലെങ്കിൽ എന്താൽപ്പി ചേഞ്ചിനെയാണ് എന്ത് ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ അല്ലെങ്കിൽ എന്ത് സബ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇപ്പോ സോളിഡിൽ നിന്ന് ഗ്യാസ് ഉണ്ടായി. ഇനി ഈ ഗ്യാസ് ഉണ്ടായാൽ മാത്രം പോരല്ലോ, നമുക്ക് എന്ത് വേണം? ഈ ഗ്യാസിൽ നിന്ന് ഇതിനെ സോഡിയം അയോൺ ആക്കി മാറ്റണം. അയോൺ ആക്കി മാറ്റുക മീൻസ് എന്താ? സോഡിയം ഗ്യാസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്ത് ചാടിക്കണം, അല്ലേ? അല്ലെങ്കിൽ അയണൈസ് ചെയ്യണം. അയണൈസ് ചെയ്യുമ്പോൾ നമ്മളവിടെ കൊടുക്കുന്ന എനർജി എന്താ? അയണൈസേഷൻ എനർജി കൊടുത്താലേ എന്ത് മാറുള്ളൂ? Na+ ആയിട്ട് മാറുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ ഉണ്ടാകുന്ന എന്താൽപ്പി ചേഞ്ച് എന്താണ് രണ്ടാമത്തെ ഘട്ടത്തില്? അവിടെ അയണൈസേഷൻ എനർജിയാണ് എന്ത് രണ്ടാമത്തെ എന്താൽപ്പി ചേഞ്ച് വരുന്നത്. ഇനി മൂന്നാമത്തെ കേസ് നോക്കൂ. ഇവിടെ നമ്മളിപ്പോ സോഡിയത്തിന് അല്ലെങ്കിൽ കാറ്റോൺ ഫോം ചെയ്തു. ഓക്കെ അല്ലേ? Na+ ഉണ്ടായി നിൽക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലോറിനും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കണ്ടേ? ആദ്യം ക്ലോറിൻ നമുക്കറിയാം എന്താ Cl2 ഫോമിലാണ് നിൽക്കുക, അല്ലേ? ഇതിൽ നിന്ന് ആദ്യം ഒരു ക്ലോറിൻ ഗ്യാസ് മാത്രമാക്കി എന്ത് ചെയ്യണം? അതിനെ ഡിസോസിയേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, Cl2ൽ നിന്ന് ക്ലോറിൻ ഗ്യാസ് അല്ലെങ്കിൽ എന്ത് ഒറ്റ ക്ലോറിൻ ആറ്റായിട്ട് മാറ്റണം. അതിനു വേണ്ടി നമുക്ക് കൊടുക്കുന്നതാണ് എന്ത്? ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, ഹാഫ് Cl2 ഗ്യാസ് കൺവേർട്ട് ഇൻ ടു ക്ലോറിൻ ഗ്യാസ്. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ തന്നെ എന്താൽപ്പി ചേഞ്ച് ആണ് ΔH3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇവിടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ 3 ഘട്ടമായി. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇനി എന്ത് ചെയ്യണം? ഈ ക്ലോറിനെ ഇപ്പൊ ക്ലോറിൻ ഗ്യാസ് കിട്ടി, സോറി ആറ്റം കിട്ടി. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് അടുത്ത ഘട്ടം വരുന്നത്, ഇലക്ട്രോൺ ഗെയിൻ ബൈ നോൺ മെറ്റൽ ആറ്റം. അപ്പൊ നോക്കാം, ക്ലോറിൻ ഗ്യാസ് ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? ക്ലോറിൻ മൈനസ് അല്ലെങ്കിൽ ക്ലോറിൻ ആനയോൺ ആയിട്ട് മാറി. ഓക്കെ, Cl- ആയിട്ട് മാറി. ഇനി അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തേക്കാണല്ലോ, അല്ലേ? അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രോൺ അഫിനിറ്റി ആണ് വരുന്നത്. അതിന്റെ പൊതുവെ നമ്മൾ എന്ത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാറുള്ളത്. പിന്നെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നേരത്തെ 2 ഘട്ടങ്ങളിലായിട്ട് Na+ ഫോം ചെയ്തു. അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ 2 ഘട്ടങ്ങളിലായിട്ട് Cl- ഫോം ചെയ്തു. ഇനി ഈ Na+ഉം Cl- കൂടിച്ചേർന്നിട്ടാണ് എന്ത് കിട്ടുന്നത്? NaCl സോളിഡ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇവ തമ്മിൽ എന്ത് ചെയ്തു? Na+ഉം Cl- NaCl ആയി കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ സോളിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായി? അവിടെ ലാറ്റിസ് എനർജിയാണ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Na++ Cl- ഗീവ്സ് NaCl. അവിടെ ഉണ്ടാകുന്നതാണ് ലാറ്റിസ് എനർജി. ഓക്കെ, ലാറ്റിസ് എനർജി ഇവിടെ ഉണ്ടാകുമ്പോൾ എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുക. അവിടെ എന്താണ് യൂഷ്വലി നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക, അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക. അപ്പം ഒരു NaCl ഉണ്ടായത് എന്ത് 5 പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, അതായത് ആദ്യം Na എന്തായിട്ട് മാറി? Na സോളിഡ് എന്തായിട്ട് മാറി? Na ഗ്യാസ് ആക്കി ആദ്യം മാറ്റി. ഓക്കെ, അപ്പൊ അതവിടെയാണ് സബ്ലിമേഷൻ എനർജി വന്നത്. ഇനി Na ഗ്യാസിനെ എന്താക്കി മാറ്റണം? അയണൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ പുറത്ത് ചാടിച്ചു, അപ്പൊ അയണൈസേഷൻ എനർജി കൊടുക്കണം. അങ്ങനെ Na എന്തായിട്ട് മാറി? Na+ ആയിട്ട് മാറി. ഇതേപോലെ ക്ലോറിൻ എന്ത് Cl2 അല്ലെങ്കിൽ ക്ലോറിൻ മോളിക്കൂൾ ആയിരുന്നോ Cl2 ആയിരുന്നോ, അതിൽ നിന്ന് ആദ്യം ക്ലോറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്താണ് എന്ത്? ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ഇനി ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യുമല്ലോ, ഇല്ലേ? അപ്പൊ അങ്ങനെ Cl- ആയിട്ട് മാറും. ഇനി എന്ത്? ഈ Cl- Na+ഉം കൂടി ചേർന്ന്
ലാറ്റിസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ NaCl ഫോം ചെയ്യും. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന എനർജിയാണ് എന്ത്? ലാറ്റിസ് എനർജി U എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 ഘട്ടങ്ങളായിട്ടാണ് എന്ത് നടന്നത്? NaCl ഫോം ചെയ്തത്. ഓക്കെ, അപ്പോ ഇവിടെ നടന്ന ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NaCl എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? നമുക്ക് എഴുതാം ΔHF ആണ് എന്ത്? ഓവറോൾ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ 5 ഘട്ടങ്ങളിലെ എൻതാൽപ്പി ചേഞ്ചസ് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് ഇവിടെ എന്താ നമ്മളിപ്പോ ഇത് എന്താ പറയാ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കാനാണോ? അല്ല, നമുക്ക് വേണ്ട എന്താ? U കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ലാറ്റിസ് എനർജി കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാറ്റിസ് എനർജി വളരെ സിമ്പിൾ ആയി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? ΔHF നമുക്ക് കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്പെരിമെന്റലി അതിന്റെ വാല്യൂ കിട്ടും. അതുപോലെ സബ്ലിമേഷൻ എനർജി നമുക്ക് കിട്ടും, അയണൈസേഷൻ എനർജി കിട്ടും, അതുപോലെ ഡിസോസിയേഷൻ എനർജി കിട്ടും, ദെൻ ഇലക്ട്രോൺ അഫിനിറ്റി നമുക്ക് കിട്ടും. അതായത് ഇവിടെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മെഷർമെന്റ് കിട്ടുന്ന ആളുകളാണ് ഈ ബാക്കി 5 കിട്ടാത്ത ഒരാളായിരുന്നു എന്ത്? ലാറ്റിസ് എനർജി. അപ്പോ ബോൺ ഹേബർ സൈക്കിൾ പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഈ ബാക്കി 5 ടേംസ് കിട്ടുന്നതിലൂടെ ലാറ്റിസ് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെ NaCl ലാറ്റിസ് എനർജി കണ്ടുപിടിച്ചതാണ് എത്ര? -788 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഈ മൈനസ് ഓർത്ത് വെക്കുക. കാരണം എന്താണ്? ഇവിടെ എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ടാണ്, അത് എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ മൈനസ് വന്നത്. ഇനി ഈ ലാറ്റിസ് എനർജിന്റെ വാല്യൂ എന്ത്? വളരെ കൂടുന്തോറും അവിടുത്തെ ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും ചെയ്യുക? കൂടാണ് ചെയ്യുക. അപ്പൊ ബോൺ ഹേബർ സൈക്കിള് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ജസ്റ്റ് ഈ മെത്തഡ് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അല്ലാണ്ട് ഓരോ കെമിക്കൽ കോമ്പൗണ്ടിന്റെ റിയാക്ഷൻ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ബോൺ ഹേബർ സൈക്കിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. എന്തിനാണ്? നമുക്ക് ലാറ്റിസ് എനർജിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹെസ്സസ് ലോന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ആണെന്ത് ഇവിടെ യൂസ് ചെയ്യുന്നത് ആലോചിക്കുക. ദെൻ ഈ മെത്തേഡ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതിയോ. ഇനി ബോൺ ഹേബർ സൈക്കിളിന്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാറ്റിസ് എനർജിന്റെ കാൽക്കുലേഷൻ. ഓക്കെ ആണല്ലോ? അത് സിമ്പിൾ ആയിട്ട് പറ്റും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോ തിയറട്ടിക്കൽ വാല്യൂ കിട്ടുമല്ലോ. നേരത്തെ പറഞ്ഞ ബോൺ ലാൻഡ് ഇക്വേഷൻ പ്രകാരം നമുക്ക് ലാറ്റിസ് എനർജിന്റെ വാല്യൂ കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെരിമെന്റലി ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് ഈ മെത്തേഡിലൂടെ യൂസ് ചെയ്താൽ മതി. ബോൺ ഹേബർ സൈക്കിളിലൂടെ ലാറ്റിസ് എനർജി കണ്ടുപിടിച്ചാൽ എക്സ്പെരിമെന്റൽ വാല്യൂ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ ഇതിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് പറഞ്ഞൂടെ? അതായത് ഈ യുവിന്റെ വാല്യൂ നെഗറ്റീവ് കൂടുതൽ നെഗറ്റീവ് ആവും തോറും അതിനർത്ഥം എന്താണ്? ആ കോമ്പൗണ്ട് കൂടുതൽ സ്റ്റേബിൾ ആണ്. ഓക്കെ, അടുത്തത് എന്താ പറയാ, ഇതിന്റെ ഫീസിബിലിറ്റി റിയാക്ഷൻ നടക്കണം. ഈ കോമ്പൗണ്ട് ഫോം ചെയ്യോ അല്ലെങ്കിൽ വളരെ ഈസിലി ആയിട്ടാണ് ഫോം ചെയ്യോ, ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഫീസിബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോൺ ഹേബർ സൈക്കിൾ യൂസ് ചെയ്യാം. ദെൻ അടുത്ത ആപ്ലിക്കേഷൻ എന്താ? കോവാലന്റ് ക്യാരക്ടർ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് കോവാലന്റ് ക്യാരക്ടർ മെഷർ ചെയ്യാൻ മീൻസ് എന്താണ്? അവിടെ നമ്മളിപ്പം ലാറ്റിസ് എനർജിന്റെ വാല്യൂ വളരെ കുറഞ്ഞു വരും അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യുക. നമ്മൾ തിയറട്ടിക്കൽ വാല്യൂ മെഷർ ചെയ്തു, അതുപോലെ എക്സ്പെരിമെന്റൽ വാല്യൂ മെഷർ ചെയ്തു. ഇവർ തമ്മിൽ എന്ത് നല്ല ഡിഫറൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് പറയാം അവിടെ എന്താണ്? അത് കോവാലന്റ് നേച്ചർ കാണിക്കുന്നു പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നോർമലി ഇത് രണ്ട് ഏകദേശം സെയിം ആയിട്ടാണ് വരിക, അല്ലെങ്കിൽ എന്ത് സിമിലർ വാല്യൂ ആണ് വരിക. പക്ഷെ കോവാലന്റ് നേച്ചർ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ തിയറട്ടിയിൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കില്ല എവിടെ? എക്സ്പെരിമെന്റൽ വാല്യൂ വരുന്നത്. ദെൻ അടുത്ത എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ അതിൽ ഇലക്ട്രോൺ അഫിനിറ്റിന്റെ ടേം വന്നിരുന്നല്ലോ. അപ്പോൾ ബാക്കി 5 ടേംസ് അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാറ്റിസ് എനർജി അറിയാം, അതുപോലെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അറിയാം, അയണൈസേഷൻ എനർജി അറിയാം, സബ്ലിമേഷൻ എനർജി അറിയാം, ബോണ്ട് ഡിസോസിയേഷൻ എനർജി അറിയാം. അതൊക്കെ അറിയുമെങ്കിൽ അതിൽ നിന്ന് ബാക്കി എന്ത് ചെയ്യാം? ഇലക്ട്രോൺ അഫിനിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ആ അറേഞ്ച്മെന്റിലൂടെ പറ്റും എന്നുള്ളതാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പറ്റും. ദെൻ ചില കോമ്പൗണ്ടുകൾ എക്സിസ്റ്റ് ചെയ്യാറില്ലല്ലോ, അതിന്റെ റീസണും ഇത് വെച്ച് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ബോൺ ഹേബർ സൈക്കിളിന്റെ ആപ്ലിക്കേഷൻസ് ആയി വരുന്നത്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്തത് ഈ അയോണിക് കോമ്പൗണ്ട്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ടോപ്പിക് ആണ് എന്ത്? ഫജാൻസ് റൂൾ, അല്ലെങ്കിൽ ഫയാൻസ് റൂളും പറയാറുണ്ട്, അല്ലെങ്കിൽ ഫജാൻസ് റൂൾ. ഓക്കെ, ഫജാൻസ് റൂൾ എന്താ പറയുന്നത്? It states that the conditions under which an ionic bond acquires covalent character. ഓക്കെ, അതായത് നമുക്ക് എന്ത് ഇപ്പോ സപ്പോസ് NaCl ഇതിപ്പോ അയോണിക് കോമ്പൗണ്ട് ആണെങ്കിലും ഇതേപോലെ നമുക്ക് എല്ലാ കോമ്പൗണ്ടുകളും പ്യുവർലി അയോണിക് കോമ്പൗണ്ട് ആയിട്ട് നിൽക്കാറില്ല. ഓക്കെ, ചെറിയ വേരിയേഷൻ കാണിക്കാറുണ്ട്.
അതേസമയം ചില കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യും, അതിന്റെ ആറ്റമിക് സൈസ് അല്ലെങ്കിൽ അയോണിക് സൈസ് കൂടുകയോ അല്ലെങ്കിൽ ചാർജ് കൂടുകയോ ചെയ്യുന്ന അനുസരിച്ച് അവ എന്ത് ചെയ്യും, അതിന്റെ അയോണിക് നേച്ചർ മാറി കോവാലന്റ് ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ, അപ്പൊ ഇതിന്റെ ഈ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത് ഫജാൻസ് റൂൾ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് നമുക്ക് ആ അയോണിക് ബോണ്ട് കോവാലന്റ് ബിഹേവിയർ കാണിക്കുക എന്നുള്ളത് പറയാണ് ഫജാൻസ് റൂൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പറയുകയാണെങ്കിൽ എങ്ങനെ ഇത് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ഇത് എന്റെ ആനയോൺ. ഓക്കെ, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇതാണ് എന്റെ ഇവിടെ സപ്പോസ് ഇതാണ് എന്റെ ആനയോൺ, ഇലക്ട്രോൺ ചുറ്റുമുണ്ട്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ആനയോൺ പറഞ്ഞാൽ എന്താ, ഇവിടെ ഇലക്ട്രോണിന്റെ ആധിക്യം ഉണ്ടല്ലോ. ഇനി ഇവിടെ എന്താ, നമ്മുടെ കാറ്റിയോൺ ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് ചാർജുള്ള കാറ്റിയോൺ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചാർജുള്ള ആളുണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജുള്ള കാറ്റിയോൺ ഉണ്ട്. ഇവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ലേ? അപ്പൊ നോർമലി കാറ്റിയോൺ എങ്ങനെ ഉണ്ടായിരുന്നത്, വളരെ സ്ഫെറിക്കൽ ഷേപ്പിൽ ഉണ്ടായിരുന്ന കാറ്റിയോൺ ആനയോൺ, അത് നമ്മുടെ കാറ്റിയോൺ പ്രസൻസ് വരുന്ന കൂടി എന്ത് ചെയ്യും, ഇത് ഡിസ്റ്റോർട്ട് ചെയ്ത് പോകും. ഓക്കെ, ഇതിന്റെ ഷേപ്പ് എന്ത് ചെയ്യും, ഇതിനോട് ഇങ്ങനെ ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വരും. ഓക്കെ, അതായത് ആദ്യം ഉണ്ടായിരുന്ന ആ സ്ഫെറിക്കൽ നേച്ചർ എന്തായിട്ട് മാറും, അത് ഡിസ്റ്റോർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാറ്റിയോൺ ഉണ്ട്, ഇവിടെ നമ്മുടെ ആനയോൺ ഉണ്ട്, ആനയോണിന്റെ ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരെന്ത് ഒരു ഷെയറിങ് പോലെയാണ് നമുക്ക് കാണപ്പെടുക. ഓക്കെ, അതായത് ഇലക്ട്രോൺ ഷെയറിങ് വരാൻ മീൻസ് എന്താ, അവിടെ കോവാലന്റ് നേച്ചർ കാണിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നിങ്ങൾ രണ്ട് ടേംസ് ആണ് നോക്കേണ്ടത്, പോളറൈസേഷനും അതുപോലെ പോളറൈസബിലിറ്റിയും. ഓക്കെ, അപ്പൊ എന്താണ് പോളറൈസേഷൻ? ഇവിടെ പോളറൈസേഷൻ പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഇവിടെ സപ്പോസ് നമ്മുടെ ഇലക്ട്രോൺ ഉണ്ടല്ലോ, കാറ്റിയൺ ഉണ്ടല്ലോ, കാറ്റിയോൺ. ഓക്കെ, ഈ കാറ്റിയോണ് എത്രമാത്രം ആനയോണിനെ ഡിസ്റ്റോർട്ട് ചെയ്യിക്കാൻ കഴിയും. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുക, അതിന്റെ പോളറൈസേഷൻ എബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അതേസമയം ആനയോണിന്റെ പോളറൈസബിലിറ്റി പറഞ്ഞാൽ എന്താ, ഇതിപ്പോ ഇവിടെ കാറ്റിയോൺ വന്നു, അപ്പൊ എത്രമാത്രം ഇതിന് ഡിസ്റ്റോർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ആ ടെൻഡൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും, അതായത് പോളറൈസേഷൻ കൂടിയാലും അല്ലെങ്കിൽ കാറ്റിയോണിന്റെ പോളറൈസേഷൻ കൂടിയാലും അതുപോലെ ആനയോണിന്റെ പോളറൈസബിലിറ്റി കൂടിയാലും ഇവിടെ കോവാലന്റ് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന്, ആനയോണിനെ കാറ്റിയോൺ പോളറൈസ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ക്ലൗഡിന് എന്തുണ്ടാവും, ഡിസ്റ്റോർഷൻ സംഭവിക്കും. അങ്ങനെ ആ കോമ്പൗണ്ട് ഒരു പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. ഓക്കെ, ദെൻ അതേ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിന്റെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ദ എബിലിറ്റി ഓഫ് എ കാറ്റിയോൺ ടു ഡിസ്റ്റോർട്ട് ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ആൻ ആനയോൺ ഈസ് കോൾഡ് പോളറൈസിങ് പവർ. ഇവിടെ പോളറൈസിങ് പവർ അല്ലെങ്കിൽ പോളറൈസേഷൻ പവർ മെയിൻ ആയിട്ടുള്ളത് ആർക്കാണ്, കാറ്റിയോൺ ആണ്. ഓക്കെ, അപ്പൊ കാറ്റിയോണിന്റെ പോളറൈസിങ് പവർ കൂടിയാൽ അവിടെ ആ കോമ്പൗണ്ട് എന്ത് കാണിക്കും, കോവാലന്റ് ബിഹേവിയർ കാണിക്കും. ദെൻ ദ ടെൻഡൻസി ഓഫ് ആൻ ആനയോൺ ടു ബി ഡിസ്റ്റോർട്ടഡ്, അല്ലെ, ഈ ഇങ്ങനെ ഉണ്ടായിരുന്ന ആനയോൺ എന്തായിട്ട് മാറി, ഡിസ്റ്റോർട്ട് ചെയ്ത് അതിന്റെ ഷേപ്പ് മാറിയെങ്കിൽ അവിടെ അതിന്റെ ടെൻഡൻസി അല്ലെങ്കിൽ ഈ ആനയോണിന്റെ ടെൻഡൻസിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള ആ ടെൻഡൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, അതിന്റെ പോളറൈസബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ അഫക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പോളറൈസിങ് പവർ അല്ലെങ്കിൽ കാറ്റിയോണിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ കാറ്റിയോണിന്റെ ചാർജ് കൂടിയാൽ എന്ത് സംഭവിക്കുക, ചാർജ് കൂടിയാൽ ഇതിന്റെ പോളറൈസിങ് പവർ കൂടൂലേ, ഇല്ലേ? അതായത് ഇപ്പൊ Na+, ഓക്കെ, ഇതിന് ഒരു ചാർജേ ഉള്ളൂ. അതേസമയം Mg2+ ആണെങ്കിൽ ഇതിന്റെ ഒരു ഇരട്ടി ചാർജ് വന്നു, അല്ലേ? അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പോളറൈസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ പോളറൈസിങ് പവർ ഉള്ളത് ആർക്കാണ്, Mg2+-നാണ്. ഇനി അതിലേറെ പോളറൈസിങ് പവർ ആർക്കുണ്ടാവും, Al3+ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാവുന്ന കാര്യം എന്താ, ചാർജ് അയോണിന്റെ അല്ലെങ്കിൽ കാറ്റിയോണിന്റെ ചാർജ് കൂടിയാൽ അവിടെ കെമിക്കൽ അല്ലെങ്കിൽ പോളറൈസിങ് പവർ കൂടും, അല്ലെങ്കിൽ കോവാലന്റ് നേച്ചർ കൂടുന്നു മനസ്സിലാക്കുക. ഇനി ഇതിന്റെ സൈസ് ആണെങ്കിലോ, കാറ്റിയോണിന്റെ സൈസ് നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ ഞാൻ രണ്ട് കാറ്റിയോൺ, ഇപ്പൊ ചെറിയതും ഒരു വലിയ കാറ്റിയോൺ എടുത്തിട്ടുണ്ട്. ഇവിടെ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ കഴിയും, ആനയോൺ ഡിസ്റ്റോർട്ട് ചെയ്യാൻ കഴിയുള്ള ആർക്കായിരിക്കും, സൈസ് കൂടിയ ആൾക്കാണോ കുറഞ്ഞ ആൾക്കാണോ? യെസ്, നമുക്കറിയാം സൈസ് കുറഞ്ഞ ആൾക്കായിരിക്കും എന്ത് കൂടുതൽ ആളെ പോളറൈസിങ് പവർ ഉള്ളത്. ഓക്കെ, അതായത്
ഇപ്പൊ നമ്മുടെ Li+ നോക്കുക, അതുപോലെ Na+ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Li+ എന്താണ് സൈസ് കുറവാണ്, ആരേക്കാൾ Na+നേക്കാൾ സൈസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പോളറൈസിങ് പവർ കാണിക്കുന്ന ആരായിരിക്കും? നമ്മുടെ ലിഥിയം Li+ അയോൺ ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് ഈ Li+ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് ഒരു കോമ്പൗണ്ട് അതായത് നമ്മുടെ കോവാൾ നേച്ചർ കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ നമുക്ക് ആനയോണിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, നമ്മൾ പറഞ്ഞു ആനയോണിന്റെ കേസ് ആണെങ്കിൽ അവിടെ എന്താണ്, ഇത് എത്രമാത്രം ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള ആ എബിലിറ്റി ആണല്ലോ വരിക, അല്ലെങ്കിൽ പോളറൈസബിലിറ്റി ആണല്ലോ. അപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ ഇപ്പൊ സപ്പോസ് ഫ്ലൂറിൻ F- ഉണ്ട്, ഇതാണ് എന്റെ F-ന്റെ ഇലക്ട്രോൺ ക്ലൗഡ്. അതേസമയം എന്റെ I- അയഡിന്റെ കോമ്പൗണ്ട്, ഓക്കെ, I- അല്ലെങ്കിൽ കാറ്റയോൺ ആണെങ്കിൽ ആനയോൺ ആണെങ്കിൽ ഇവിടെ നോക്കൂ, ഇത് സൈസ് കൂടുതലാണ്. സൈസ് കൂടുതൽ മീൻസ് ഈ കേസിൽ ഈ സൈസ് കൂടിയ ആൾക്കല്ലേ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഡിസ്റ്റോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ചെറിയ ആളെ പെട്ടെന്ന് ഡിസ്റ്റോർട്ട് ചെയ്യോ? ചെയ്യില്ല. ഓക്കെ, അതായത് F- കൂടുതൽ പോളറൈസബിലിറ്റി ഉള്ളത് ആർക്കാണ്, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ കൂടുതൽ സംഭവിക്കുക ആർക്കാണ്? I- അല്ലെങ്കിൽ പറയാം ആനയോണിന്റെ സൈസ് കൂടുന്തോറും അതിന്റെ കോവാലൻ നേച്ചർ കൂടും എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ കാറ്റയോണിന്റെ സൈസ്. ഓക്കെ, സ്മോളർ ദ കാറ്റയോൺ, അതെന്ത് മാറും? കോവാൾ നേച്ചർ കൂടുതൽ കാണിക്കും. ദെൻ ആനയോണിന്റെ സൈസിന്റെ കേസാണ് ഞാൻ പറഞ്ഞു, എന്താ ആനയോണിന്റെ സൈസ് കൂടുന്തോറും അവിടെ കോവാൾ നേച്ചറും കൂടും. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് കാറ്റയോണിന്റെ ആവട്ടെ അല്ലെങ്കിൽ ആനയോണിന്റെ ആവട്ടെ, അതിന്റെ ചാർജിന്റെ വാല്യൂ കൂടുന്തോറും ഇവിടെ കോവാൾ നേച്ചർ കൂടും. അപ്പൊ ഏതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഫജാൻസ് റൂൾ പ്രകാരം കോവാലൻ നേച്ചർ കൂടുന്നത് ഏതൊക്കെ സമയത്താണ്? ഒന്ന്, കാറ്റയോണിന്റെ സൈസ് കുറയുമ്പോൾ. ഓക്കെ, അതുപോലെ ആനയോണിന്റെ സൈസ് കൂടണം. ഓക്കെ, ആനയോണിന്റെ സൈസ് കൂടിയാൽ കോവാലൻ നേച്ചർ കൂടും. ദെൻ ആനയോണിന്റെയോ അല്ലെങ്കിൽ കാറ്റയോണിന്റെയോ ചാർജ് കൂടുകയാണെങ്കിൽ അവിടെ കോവാലൻ നേച്ചർ കൂടുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? നമുക്ക് എന്തായാലും അത് ഓരോന്ന് എക്സാമ്പിളിലൂടെ നോക്കാം. അടുത്ത നാലാമതൊരു കാര്യം, ഒരു ഫാക്ടർ കൂടി ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും Cu+, അതുപോലെ നിങ്ങളിപ്പോ Ag+, ഇവരൊക്കെ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്, Cu, അതുപോലെ Ag, Au ഇതൊക്കെ എന്താണ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് അല്ലേ? അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കാണിക്കുന്നുണ്ട്? ഇതില് Cuന്റെ നമ്പർ എത്ര വരുന്നത്? ആറ്റോമിക് നമ്പർ എത്ര? 29, കോപ്പറിന്റെ 29 ആണ്. അപ്പൊ Cu+ ആവുമ്പോൾ എത്ര വരിക? പറയൂ. അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എത്രയാണ്? യെസ്, നോക്കൂ, ഇതാ 1s2, 2s2, 2p6, 3s2, 3p6, 3d10. നമുക്കറിയാം ശരിക്കുള്ളത് Cu ആണെങ്കിൽ ഏത് കൂടെ വരുമായിരുന്നു? 4s1 കൂടെ വരുമായിരുന്നു. ഓക്കെ, അപ്പൊ Cu+ ആണെങ്കിൽ എങ്ങനെ കിടക്കുന്നത്? 4s1 ഇതിൽ നിന്നാണ് ഒരു ഇലക്ട്രോൺ പോകുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി നോക്കുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3d10. ഈ ലാസ്റ്റ് നോക്കാം, ഇതാണല്ലോ വാലൻസ് ഷെല്ല്. ഓക്കെ, അതിന്റെ ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കൂ, 18 അല്ലെങ്കിൽ അത് ഹൈലി സ്റ്റേബിൾ ആണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും എന്താ, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് അല്ലെങ്കിൽ Cu+ന്റെ വാലൻസ് വരുന്ന അല്ലെങ്കിൽ വാലൻസ് ഷെല്ല് എന്തുപോലെ ആക്ട് ചെയ്യും? അല്ലെങ്കിൽ ഒരു നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ പോലെയാണ് വരുന്നത് അല്ലെ? 18 വന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഈ ഒരു കോൺഫിഗറേഷൻ വരികയാണെങ്കിൽ അതിനെയാണ് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതായത് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കുന്നത് ആരാണ്? അത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഇത് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അതായത് അതിന്റെ കോൺഫിഗറേഷൻ വരിക ജനറലി പറയുകയാണെങ്കിൽ ഇപ്പോ എസ്സിൽ NS2 2 ഫില്ലായിട്ടുണ്ടാവും, അതുപോലെ NP6 ഫില്ലായിട്ടുണ്ടാവും, ദെൻ ND10 ഫില്ലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൊത്തം 18 ഇലക്ട്രോൺസ് എന്ത് അതിൽ കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് Cu+. ഇതേപോലെ എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് Zn2+ന്റെ കേസ് പറയുകയാണെങ്കിലും അവിടെ എന്ത് കിട്ടും? അവിടെ Zn2+ ആവുന്ന സമയത്തും നമുക്ക് എന്ത്, ഈ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടും. അപ്പൊ ഇങ്ങനെ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കുന്ന കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റയോൺസ് ആണെങ്കിൽ അവയുടെ കോവാലൻ നേച്ചർ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി നമ്മളിപ്പോ Na+ എടുക്കുകയാണെങ്കിൽ Na+ നമുക്കറിയാം, Na-ൻ്റെത് 11 ആണ്. Na+ പറയുമ്പോൾ 10 ആണല്ലോ വരിക.
അപ്പൊ അത് ഏകദേശം 10 വരുമ്പോൾ ഏതിന്റെ നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ വന്നു 1:2:2p6 വന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ പറഞ്ഞാൽ എന്താ ജനറലി ns2np6 കോൺഫിഗറേഷൻ ആണ്. അല്ലെങ്കിൽ എന്ത് ലാസ്റ്റ് 8 ഇലക്ട്രോൺ വരുന്നതാണല്ലോ. ലാസ്റ്റ് ഷെല്ല് 8 ഇലക്ട്രോൺ വരികയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് പറയാം. അതേസമയം നമ്മുടെ Cu+ അതുപോലെ Zn2+ ഒക്കെ എന്തായിട്ട് മാറുന്നുണ്ട്, അത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ല, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കുന്നത്. കാരണം അതിന്റെ sp-d ഓർബിറ്റിലൊക്കെ എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇങ്ങനെ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കുന്ന നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ സ്വാഭാവികമായിട്ടും കോവാലനൈസർ കാണിക്കാനാണ് ചാൻസ്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഈ പോയിന്റ് പറയുന്നത്. കാറ്റയോൺ വിത്ത് സ്യൂഡോ ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കൂടുന്തോറും സ്വാഭാവികമായിട്ടും എന്ത് കാണിക്കും അവര്? മോർ കോവാലന്റ് നേച്ചർ കാണിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ NaCl എടുക്കുകയാണെങ്കിൽ NaCl-ഉം CuCl കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ കോവാലന്റ് നേച്ചർ കാണിക്കുന്നത് ആരാണ്? CuCl ആണ്. റീസൺ എന്താണ്? CuCl-നെ സംബന്ധിച്ച് അത് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കുന്നു. ദെൻ NaCl എന്താണ്? അത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ റീസൺ ഇവിടെ എന്താണ്? CuCl-നാണ് കൂടുതൽ കോവാലന്റ് നേച്ചർ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം, ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്ത് എക്സാമിന് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഏതിനാണ് കൂടുതൽ കോവാലന്റ് നേച്ചർ ഉള്ളത് ഇല്ലാത്തത് അല്ലെങ്കിൽ അയോണിക് ഏതാന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം മനസ്സിലായാൽ എഴുതാൻ പറ്റണം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓരോന്നും നമുക്ക് എന്താ എക്സാമ്പിൾസിലൂടെ പോവാം. ഫസ്റ്റ് കാറ്റയോണിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നോക്കാം ഇവിടെ കോമ്പൗണ്ട് NaCl, MgCl2, AlCl3 ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സോഡിയം അതിനേക്കാൾ സൈസ് കൂടിയത് ആരാണ്? സൈസ് കൂടിയത് ആരാ? നോക്കാം. അല്ല ഇവിടെ ഇവിടെ നമുക്ക് എന്ത് മെയിൻ ആയിട്ട് സൈസിന്റെ കാര്യമില്ല, ഇവിടെ ചാർജ് കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ നോക്കുകയാണെങ്കിൽ Na-യുടെ ചാർജ് എന്താണ്? പ്ലസ് ആണ് വരുന്നത്. ഓക്കെ. അതുപോലെ Mgയുടെ ആണെങ്കിലോ Mgയുടെ ചാർജ് 2+ ആണ്. ദെൻ അലുമിനിയത്തിന്റെ ആണെങ്കിലോ Al3+ ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ചാർജ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? അലുമിനിയത്തിനാണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചാർജ് കൂടിയത് ആരാണ്? ഇവിടെ നോക്കുമ്പോൾ AlCl3 അല്ലേ? അല്ലെങ്കിൽ ഇതില് കാറ്റയോണിന്റെ ചാർജ് കൂടുതൽ ആർക്കാണ്? അലുമിനിയത്തിനാണ്. അപ്പോ നമുക്ക് പറയാം ഇവിടെ ഇതിന്റെ കോവാലന്റ് നേച്ചർ ആർക്കാണ് കൂടുതൽ ഉണ്ടാവുക? AlCl3-ക്കാണ്. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ആ ഒരു കാര്യം ഓർത്തു വെക്കുക. ദെൻ അടുത്ത് നോക്കൂ, നമ്മുടെ ആനയോണിന്റെ സൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാത്തിലും ലിഥിയം ഫ്ലൂറൈഡ് ആവട്ടെ, അല്ലെ Cl ആവട്ടെ, അല്ലെ Br ആവട്ടെ, അല്ലെ I ആവട്ടെ, ഇതിനെല്ലാം നമ്മുടെ കാറ്റയോൺ ഒക്കെ സെയിം ആണ്, ലിഥിയാണ്. ഇനി ഇവിടെ ഡിഫറെന്റ് ആയി വരുന്ന ആരാണ്? ഫ്ലൂറിന്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ. ഇതിലൊരു കാര്യം മനസ്സിലാവുന്ന കാര്യം എന്താ? ഇതിൽ ആനയോൺ ആണ് ഡിഫറെന്റ് ആയി വരുന്നത്. ഇവിടെ ആനയോണിന്റെ സൈസ് കൂടുതൽ ആർക്കാണ്? സൈസ് കൂടുതൽ നമ്മുടെ അയഡിനാണ് അല്ലേ? കൂടുതൽ അയഡിൻ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആനയോണിന്റെ സൈസ് കൂടിയാൽ ഏറ്റവും കൂടുതൽ കോവാലന്റ് നേച്ചർ കാണിക്കാറായിരിക്കും ഇവിടെ അയഡിനിലെ കോമ്പൗണ്ട് ആയിരിക്കും. ലിഥിയം I അല്ലെങ്കിൽ അയഡൈഡ് ആയിരിക്കും എന്ത് കൂടുതൽ കോവാലന്റ് നേച്ചർ കാണിക്കുന്നത്. ഓക്കെ. അപ്പോ തന്നിരിക്കുന്നതിൽ LiF ആണെന്ത് കൂടുതൽ അയോണിക് എങ്കിൽ ഏറ്റവും കൂടുതൽ കോവാലന്റ് നേച്ചർ കാണിക്കുന്നത് ആരാണ്? Li ആണ്. റീസൺ എന്താ? ആനയോൺ സൈസ് കൂടുന്നത് കൊണ്ട്. ഇവിടെ അയഡിൻ ആണെന്ത് ആനയോണിന്റെ സൈസ് കൂടുതൽ ആരേക്കാൾ? ഫ്ലൂറിനേക്കാൾ അല്ലെങ്കിൽ ബാക്കി ക്ലോറിനോ ബ്രോമിനേക്കാൾ സൈസ് കൂടുതൽ ആർക്കാണ്? ആനയോണിന്. അയഡിൻ ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി. ദെൻ അടുത്ത് നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റയോണിന്റെ സൈസ്. ഓക്കെ. കാറ്റയോണിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും? കോവാലന്റ് നേച്ചർ കൂടും. ഇനി നേരത്തെ ഒരു കാര്യം നോക്കാം, കാറ്റയോണിന്റെ സൈസിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാറ്റയോണിന്റെ സൈസ് കുറയുകയാണെങ്കിലാണ് എന്ത് കൂടുതൽ കോവാലന്റ് നേച്ചർ കാണിക്കുക. അതായത് നോക്കുകയാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ സൈസ് കൂടുതൽ ആർക്കാണ്? പൊട്ടാഷ്യത്തിനാണ്. ഓക്കെ. അതേസമയം ലിഥിയത്തിന് സൈസ് കുറവാണ്. അപ്പൊ കൂടുതൽ കോവാലന്റ് നേച്ചർ ആരായിരിക്കും കാണിക്കുന്നുണ്ടാവുക? ലിഥിയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പറയാം LiCl-ഉം NaCl, KCl ഇത് മൂന്നും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നിലും കോവാലന്റ് നേച്ചർ കാണിക്കുന്ന കൂടുതൽ ആരായിരിക്കും? LiCl ആയിരിക്കും. കാരണം എന്താ? ഇവിടെ
ലിഥിയത്തിന്റെ സൈസ് കുറവാണ്, കാറ്റയോൺ സൈസ് കുറവാണ്, അതുകൊണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അയോണിക് നേച്ചർ കൂടുതൽ കാണിക്കാരായിരിക്കും ഇതിൽ KCl ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തത് നേരത്തെ പറഞ്ഞ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷന്റെ കാര്യമാണ് പറയുന്നത്. അതായത് CuCl മോർ കോവാലന്റ് ദാൻ NaCl. അതിന്റെ റീസൺ എന്താണ്? കോപ്പറിൽ അല്ലെങ്കിൽ Cu+ല് എന്ത് കാണിക്കുന്നുണ്ട്? അത് അല്ലെങ്കിൽ അതിന് സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ ആ ഒരു നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ പോളറൈസ് ചെയ്യും. സ്വാഭാവികമായിട്ടും കോവാലന്റ് നേച്ചർ CuCl കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെയാണ് Ag+ലൊക്കെ വരുന്നത്. Ag+ അല്ലെങ്കിൽ Au+ലൊക്കെ വരുന്നത് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. അതുപോലെ Zn2+ലൊക്കെ പറയാൻ പറ്റും. Zn2+, അതുപോലെ CD2+, ഇതിലൊക്കെ നടക്കുന്നത് എന്ത് തന്നെയാണ്? ഇതിനൊക്കെ കൂടുതൽ കോവാലന്റ് നേച്ചർ ആണ് വരിക. റീസൺ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് എന്ത് ഫയാൻസ് റൂളിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലത്തിൽ നമുക്ക് പോവാം. അപ്പൊ ഇവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി കൊടുത്തിട്ടുണ്ട്. അതായത് കാറ്റയോണിന്റെ സൈസ് കുറയാണെങ്കിൽ പോളറൈസേഷൻ കൂടും, മോർ കോവാലന്റ് ആയിരിക്കും. അതുപോലെ ലാർജർ ആനയോൺ ദെൻ ഹൈ ചാർജ് ഓൺ അയോൺസ്. അതായത് കാറ്റയോൺ ആവട്ടെ ആനയോൺ ആവട്ടെ ചാർജ് കൂടുകയാണെങ്കിലും അതിന്റെ കോവാലന്റ് നേച്ചർ കൂടുതലായിരിക്കും. അതുപോലെ നമ്മുടെ ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ഡി ഇലക്ട്രോൺസ് കൂടുതലാകുക, ഐ മീൻസ് അതെന്തായിരിക്കുക? സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് നേച്ചർ കാണിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? മോർ കോവാലന്റ് ബിഹേവിയർ ആണ് കാണിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാറിപ്പോകരുത്. എക്സാമിന് ഇതിന്റെ നേച്ചർ നിങ്ങൾക്ക് അറിയണം. അല്ലെങ്കിൽ എന്ത് കുറച്ച് കോമ്പൗണ്ട് വന്നിട്ട് ഇതിന്റെ ഇൻക്രീസിങ്ങും ഓർഡറും ഡിക്രീസിങ് ഓർഡർ ചോദിച്ചാൽ അതിൽ നിന്ന് എഴുതാൻ പറ്റണം. അപ്പോ ഇനി അടുത്തത് എന്ത്? ഫയാൻസ് റൂളിന്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അയോണിക് ആണോ കോവാലന്റ് ആണോ എന്ന് എന്ത് ചെയ്യാം? നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കാം, NaCl-ഉം Al-Cl3 എന്നതിൽ ഇവിടെ NaCl നോക്കുകയാണെങ്കിൽ ചാർജ് എന്താണ്? Na+ ആണ് ഒരു ചാർജ് വരുന്നത്. അതേസമയം Al-Cl3 ആണെങ്കിൽ അലുമിനിയത്തിന്റെ ചാർജ് എത്ര വരുന്നത്? Al3+ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ കോവാലന്റ് നേച്ചർ കാണിക്കുന്ന കൂടുതൽ ആരായിരിക്കും? Al-Cl3 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് കോമ്പൗണ്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് അയോണിക് ആണോ അതോ ഇനി കോവാലന്റ് ആണോ എന്ന് എന്ത് ചെയ്യാം? അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അടുത്തൊരു അതുപോലെ ആപ്ലിക്കേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. എന്താണ്? സെയിം ആനയോൺ തരാണെങ്കിൽ ഇപ്പൊ നോക്കുക, ഇതിലെല്ലാത്തിലും എന്താണ്? ക്ലോറിൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ NaMgAlCl3. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്ന് കമ്പയർ ചെയ്തെങ്ങാണ്ട് ഇതിൽ ഏതിനാണ് കൂടുതൽ കോവാലന്റ് നേച്ചർ ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ NaMgAl ഇവിടെ നമുക്കറിയുന്ന കാര്യമാണ്. NaMg അലുമിനിയം ഇത് നമ്മളെന്ത് ഒരു പീരീഡിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, റേറ്റിലോട്ട് പോകുന്തോറും ഇതിന്റെ സൈസ് എന്താണ് ചെയ്യുക? റേറ്റിലോട്ട് പോകുന്തോറും സൈസ് കുറയാൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക അല്ലേ? അതുപോലെ ഗ്രൂപ്പിലാണ് എന്ത് നമ്മൾ താഴോട്ട് പോകുന്തോറും സൈസ് കൂടി വരുന്നത്. പീരീഡിലാണ് നേരെ ഓപ്പോസിറ്റ്. പീരീഡിലാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ സൈസ് കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ അലുമിനിയത്തിന്റെ സൈസ് എന്താണ്? എന്നേക്കാൾ കുറവാണ് അല്ലെങ്കിൽ Mg-നേക്കാൾ കുറവാണ് അല്ലേ? അപ്പൊ കാറ്റയോണിന്റെ സൈസ് കുറഞ്ഞാൽ അവിടെ കോവാലന്റ് നേച്ചർ കൂടുതൽ വരും. അപ്പൊ നമുക്ക് പറയാം Al-Cl3 ആയിരിക്കും എന്ത്? കൂടുതൽ കോവാലന്റ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്? കാറ്റയോൺ ഇപ്പൊ എല്ലാത്തിലും എന്താണ്? ലിഥിയാണ് കൊടുത്തിട്ടുള്ളത്. കാറ്റയോൺ ആണല്ലോ, സെയിം കാറ്റയോൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആനയോണിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ആനയുടെ സൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കോവാലന്റ് ബിഹേവിയർ കാണിക്കാം. അവിടെ എന്താ? ലിഥിയ I ആണ് കൂടുതൽ വരിക. കാരണം എന്താ? അയഡിനാണ് അല്ലെങ്കിൽ എന്താ I- കൂടുതൽ സൈസ് വരുന്നത്. അടുത്തത് എന്ത് ചെയ്യാം? മെൽറ്റിംഗ് പോയിന്റ്, സൊല്യൂബിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി തുടങ്ങിയ ഓരോന്നിന്റെയും കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ ചോദിച്ചാല്, അതായത് ഒരു അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ അയോണിക് നേച്ചർ കാണിക്കുന്ന ആളാണെങ്കിൽ അതിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അതുപോലെ സൊല്യൂബിലിറ്റി കൂടുതലല്ലേ? അല്ലെങ്കിൽ എന്ത്? അത് സൊല്യൂബിൾ ആവുക ഏതിലാണ്? പോളർ കോമ്പൗണ്ട്സിലാണ്. അത് സോൾവെന്റിലാണ് എന്ത്? കൂടുതൽ സൊല്യൂബിൾ ആവുക അല്ലേ? അതുപോലെ അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമുക്കറിയാലോ. അപ്പോ മോർ അയോണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അയോണിക് ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് പറയാൻ പറ്റും. അതുപോലെ അത് എന്ത് ചെയ്യാം? വാട്ടർ സൊല്യൂബിൾ ആണ് അല്ലെങ്കിൽ എന്ത്? പോളാർ സോൾവെന്റിൽ ലയിക്കുന്ന ആളുകളാണ്. അതുപോലെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് സ്റ്റേറ്റിലും എന്ത് ചെയ്യും? അത് കണ്ടക്ട് ചെയ്യും അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങളോട് ഡയറക്റ്റ് എന്ത്? അയോണിക് കോമ്പൗണ്ടിന്റെ ഇൻക്രീസിങ് ഡിക്രീസിങ്ങോട് ചോദിക്കുന്നതിന് പകരം നിങ്ങളോട് എന്ത്?
അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുന്ന ഓർഡർ അല്ലെങ്കിൽ കുറയുന്ന ഓർഡർ ചോദിക്കുക, അതുപോലെ സൊലൂബിലിറ്റിന്റെ കാര്യം ചോദിച്ചാൽ, അപ്പൊ ഇങ്ങനെയൊക്കെ ട്രെൻഡുകൾ ചോദിച്ചാൽ നിങ്ങൾ അവിടെ നോക്കേണ്ടത് എന്താണ്? കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആർക്കായിരിക്കും? ലെസ് കോവാൽ നേച്ചർ കാണിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കൂടുതൽ അയോണിക് നേച്ചർ കാണിക്കുന്ന ആളുകൾ അല്ലേ? ഇനി സൊലൂബിലിറ്റി ഇതേപോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അല്ലേ? അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു കാര്യം അറിഞ്ഞാൽ അതിൽ നിന്ന് ബാക്കി ഡിറൈവ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താ? NaCl AlCl3 അറിയുന്നതാണല്ലോ. AlCl3 ആണെന്ത് കൂടുതൽ കോവാൽ നേച്ചർ കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും AlCl3ക്ക് മെൽറ്റിംഗ് പോയിന്റ് കുറവല്ലേ വരിക? ആണ്. അതുപോലെ അത് ഓർഗാനിക് സോൾവെന്റിൽ ലയിക്കുള്ളൂ, അല്ലാതെ നമ്മുടെ പോളാർ സോൾവെന്റിൽ ലയിക്കൂല. അത് എന്ത് ചെയ്യില്ല, സോളിഡ് സ്റ്റേറ്റിൽ അത് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ. ഇനി NaCl ആണെങ്കിൽ നമുക്കറിയാം എന്താ, അയോണിക് നേച്ചർ കൂടുതലാണ്. അയോണിക് നേച്ചർ കൂടുതലാകുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. സൊലൂബിള് വാട്ടറിൽ സൊലൂബിൾ ആണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ അല്ലേ? അപ്പോ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫജാൻസ് റൂള് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മെൽറ്റിംഗ് പോയിന്റ്, സൊലൂബിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മളപ്പോ എന്താ പറയാ, മെറ്റൽ ഹാലൈഡ്സിന്റെ കാര്യങ്ങൾ, പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അതിൽ ഏതാണ് കോവാലന്റ്, അതിൽ ഏതാണ് അയോണിക്, ഇങ്ങനെ എന്ത് ചെയ്യാം, അതിന്റെ നേച്ചറും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് മെയിൻ ആയിട്ട് നമ്മുടെ ഇതിന്റെ ഫജാൻസ് റൂളിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആകെ ഇന്ന് അയോണിക് ബോണ്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞത്, അയോണിക് ബോണ്ടിന്റെ ഫോർമേഷൻ എങ്ങനെ പറഞ്ഞു, അതിനെ ഫേവർ ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെ പറഞ്ഞു, ദെൻ ലാറ്റിസ് എനർജിന്റെ കാര്യം, ലാറ്റിസ് എനർജി തന്നെ അത് തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ബോൺ ലാൻഡ് ഇക്വേഷനും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു. ദെൻ ബോൺ ഹേബർ സൈക്കിള്, അതിന്റെ 5 ഘട്ടങ്ങൾ, ഇപ്പൊ NaCl ആണെങ്കിൽ ആ NaCl ഫോം ചെയ്യുന്ന ആ 5 ഘട്ടങ്ങൾ പറഞ്ഞു. ദെൻ അതിൽ നിന്ന് ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണെന്ത്, ഫജാൻസ് റൂള്. ഓക്കെ. ഫജാൻസ് റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് എക്സാമിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് വന്ന PYQ അതുപോലെ കുറച്ച് MCQs എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ചോദ്യം നോക്കൂ, ഇത് 2016 HSCന്റെ ചോദ്യമാണ്. A+X- എന്ന അയോണിക സംയുക്തത്തിന്റെ കോവാലൻസി കൂടുന്നത്, അതായത് കോവാൽ നേച്ചർ കൂടുന്നത് എന്താണ് ചോദ്യം, അല്ലെങ്കിൽ ഇവിടെ ചോദ്യം എന്താണ്, ഫയാൻസ് റൂളാണ് ഇവിടെ ചോദ്യം വന്നത്. നോക്കാം എങ്ങനെയാണ് കൂടെ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, അയോണുകൾ ചെറുതാവുമ്പോൾ, A+X- അയോണുകൾ ചെറുതാവുമ്പോൾ നമുക്ക് എന്ത്, കോവാൽ നേച്ചർ കൂടുവോ? കൂടില്ലല്ലോ, തെറ്റല്ലേ? അതായത് A+നും Xന്റെയും അയോണിന്റെ സൈസ് ഒരേപോലെ ചെറുതായാൽ പറ്റുമോ? ഇല്ല. നമുക്കറിയാം കാറ്റയോണിന്റെ സൈസ് കുറയണം, അതുപോലെ ആനയോടെ സൈസ് കൂടണം, എന്നാലേ കിട്ടുള്ളൂ. ബി നോക്കൂ, A+ പറഞ്ഞ കാറ്റയോൺ ആട്ടോ. കാറ്റയോണിന്റെ ചെറുതും അതുപോലെ X- അതായത് ആനയോൺ വലുതും ആകുമ്പോൾ അത് ശരിയല്ലേ? ബി ആണ് ശരി അല്ല. അപ്പൊ ഇവിടെ കോവാൽ നേച്ചർ കൂടുതൽ കാണിക്കുന്നത് ഏത് സമയത്താണ്? കാറ്റയോൺ ചെറുതും ആനയോൺ വലുതും ആകുമ്പോൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ എന്താ ചെയ്യാ, സ്റ്റേറ്റ്മെന്റ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇവിടെ ഫജാൻസ് റൂൾ ആണ് വന്നത്. ഇനിയിപ്പോ നിങ്ങളോട് കോവാലൻസിന് പകരം നിങ്ങളോട് ചോദിക്കുകയാണെന്ത്, ഇതിൽ അയോണിക് നേച്ചർ കൂടുതൽ കാണിക്കുന്നത് ഏത് സമയത്താണ് ചോദിച്ചാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. എപ്പോ? അതിന്റെ കാറ്റയോണിന്റെ സൈസ് കൂടുതലും അതുപോലെ ആനയോടെ സൈസ് കുറവാകുമ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ പറ്റണം. അടുത്ത ചോദ്യം നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് അയോൺ ഈസ് എക്സ്പെക്ടഡ് ടു ഫോം ദ മോസ്റ്റ് അയോണിക് കോമ്പൗണ്ട്? ഇവിടെ താഴെ തന്നിരിക്കുന്ന കുറച്ച് അയോൺസ്, കാറ്റയോണും ആനയോണും തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അയോണിക് നേച്ചർ കാണിക്കുന്നത് ആരാണെന്ന ചോദ്യം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ La+ അതുപോലെ I- വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്താ അവസ്ഥ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ചാർജ് കമ്പയർ ചെയ്ത് നോക്കൂ. ഇവിടെ കാറ്റയോണിന്റെ ചാർജ് +1 ആണ്, ആനയോണിന്റെ -1 ആണ്. ഓക്കെ. അവ രണ്ടും നോക്കുകയാണെങ്കിൽ ചാർജ് 1 ആണ് വന്നത്. ഇനി ബി ആണെങ്കിലോ, ബി ആണെങ്കിൽ രണ്ടും പ്ലസും ഒന്ന് മൈനസും, അല്ലെങ്കിൽ +1 വന്നത് ചാർജ്. ഇനി K+ഉം Cl- ആണെങ്കിൽ എന്താണ് അവിടെ ചാർജ് എത്ര വന്നത്? ആനയോണിന് കാറ്റയോണിന് ചാർജ് 1 ആണ് വന്നത്. ഇനി Mg2+ഉം O2- ആണെങ്കിൽ അവിടെ ചാർജ് 2 വന്നു. ചാർജ് 2 വന്നു, അല്ലെങ്കിൽ ചാർജ് കൂടിയാൽ നമുക്കറിയാം ചാർജ് കൂടുന്തോറും അതിന്റെ എന്താ സംഭവിക്കുക? ഇവിടെ ഫയാൻസ് റൂൾ അല്ല, ഇവിടെ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന കാര്യമല്ലേ പറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ അവിടെ ലാറ്റിസ് ഫോം ചെയ്യുന്ന കാര്യമില്ലേ? അപ്പൊ ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് എന്ത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലാറ്റിസ് എനർജി U ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്,
ഇസർ പ്ലസും ഇസർ മൈനസും ആണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഈ +2 -2 ആണ് വരിക അല്ലെ. ഇതിന്റെ പ്രൊഡക്റ്റ് വരുമ്പോൾ എത്ര വരും? 4 ഈ കേസ്. ഡിന്റെ ഓപ്ഷനിൽ നമുക്ക് 4 ചാർജിന്റെ വാല്യൂ വരുന്നത്. ഇവിടെ ആകുമ്പോൾ എത്ര വരുന്നുള്ളൂ? 1 വരുന്നുള്ളൂ. ഇവിടെയൊക്കെ 1 വരുന്നുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ ചാർജ് കൂടുന്തോറും ഇവിടെ ലാറ്റിസ് ഫോം ചെയ്യുന്ന കാര്യം കൂടും. അല്ലെങ്കിൽ ലാറ്റിസ് എനർജി കൂടിയാൽ അവിടെ എന്താണ് അയോണിക് കോമ്പൗണ്ട് സ്ട്രെങ്ത് കൂടും അല്ലെ. അല്ലെങ്കിൽ മോസ്റ്റ് അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട് കാണിക്കുന്നത് ഇതിൽ ആരാണ്? ഓപ്ഷൻ ഡി ആണ്. തെറ്റിപ്പോരുത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ ആൻസർ ഡി ആണ് വന്നത്. അടുത്ത നോക്കൂ. അക്കോർഡിംഗ് ടു ഫയൻസ് റൂൾ, കോവാലന്റ് ക്യാരക്ടർ ഇൻ ആൻ അയോണിക് ബോണ്ട് ഇൻക്രീസസ് വെൻ. ഇവിടെ കോവാലനൈസർ കൂടുന്നത് ഏത് സമയത്താണ്? പറയൂ. ഓപ്ഷൻ എ നോക്കൂ. കാറ്റയോൺ സൈസ് ഇൻക്രീസസ്. അത് തെറ്റല്ലേ? തെറ്റാണ്. ഓപ്ഷൻ ബി കാറ്റയോൺ സൈസ് ഡിക്രീസസ് ആൻഡ് ആനയോൺ സൈസ് ഇൻക്രീസസ്. അതാണ് കറക്റ്റ്. ബാക്കി ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല, അത് തെറ്റാണ്. മൂന്നാമത്തെ ചോദ്യം. ദ ലാറ്റിസ് എനർജി ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഡിപ്പെൻഡ്സ് പ്രൈമറിലി ഓൺ. ലാറ്റിസ് എനർജി, ഒരു അയോണിക് കോമ്പൗണ്ടിലെ ലാറ്റിസ് എനർജി എന്തിനൊക്കെയാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നോക്കൂ. കാറ്റയോൺ അതുപോലെ ആനയോണിന്റെ ഒക്കെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ. നമുക്കറിയാം സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ മീൻസ് നമുക്ക് അറിയുന്ന കാര്യം എന്താ? യു ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R0 വരുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇന്റർഅയോണിക് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ. നമുക്കറിയാം സൈസ് ആനയോണിക് കാറ്റയോണിക് സൈസ് കൂടിയാൽ ഇവിടെ R0 മാറ്റം വരില്ലേ. അതിന്റെ റേഡിയസ് ആറ്റം ഇന്റർ അയോണിക് റേഡിയസ് വ്യത്യാസപ്പെടൂലേ? പെടും. സ്വാഭാവികമായിട്ടും ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലാറ്റിസ് എനർജിന്റെ സൈസ്. ലാറ്റിസ് എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ കാറ്റയോണിന്റെയും ആനയോണിന്റെയും സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ല. അതായത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. എന്തായാലും നമുക്ക് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാ ചോദിച്ചത്? അപ്പൊ എ തന്നെയാണ് ആൻസർ. ഇനി ബി ആണോ നോക്കൂ. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നമ്മൾ എവിടെയും ആ ഇക്വേഷൻ ബോൺലാൻഡ് ഇക്വേഷൻ പ്രകാരം നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലാറ്റിസ് എനർജി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അടുത്ത നോക്കൂ. നമ്പർ ഓഫ് അയോൺസ് പെർ ഫോർമുല യൂണിറ്റ് ഓൺലി. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പോ അതായത് നമ്പർ ഓഫ് അയോൺസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ല, അങ്ങനെയല്ല. ദെൻ സോൾവെന്റ് നേച്ചർ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തോ? ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലാറ്റിസ് എനർജി എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. അടുത്ത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്ത്? കാറ്റയോണിന്റെ ആനയോണിന്റെ ചാർജിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ലാറ്റിസ് എനർജി കൂടും. അതുപോലെ അയോണിക് റേഡിയസ് കൂടുന്നതനുസരിച്ച് ലാറ്റിസ് എനർജി കുറയാണ് ചെയ്യുക. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ബോൺലാൻഡ് ഇക്വേഷന്റെ ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ ചോദ്യം വന്നത്. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാസ് ദ ഹയസ്റ്റ് ലാറ്റിസ് എനർജി? താഴെ തന്നിരിക്കുന്നതിൽ ലാറ്റിസ് എനർജി കൂടിയ ആളാരാണ്? അത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ലാറ്റിസ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് കൊടുത്താൽ പോരാ. ആനയോണ്ടിയും കാറ്റയോണ്ടിയും മാഗ്നിറ്റ്യൂഡ് കൊടുത്താൽ മതി. ഇസർ പ്ലസ് ഇസർ മൈനസ്. ഇതിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അതിന് ആ മാഗ്നിറ്റ്യൂഡ് കൊടുത്താൽ എന്ത് കിട്ടും? നമുക്ക് ലാറ്റിസ് എനർജി ഏറ്റവും കൂടുതൽ ആർക്കാണ് പ്രൊഡക്റ്റിന്റെ വാല്യൂ, അതിന്റെ പ്രൊഡക്റ്റ് കൂടുതൽ വരുന്നത് അതിനായിരിക്കും യു കൂടുതൽ. നമുക്ക് ആദ്യം എ നോക്കാം. എന്നെയും സി എൽ എടുക്കുകയാണെങ്കിൽ NA പ്ലസും CL മൈനസും ആണല്ലോ. അപ്പൊ 1 × 1 1 വരും. ഇനി MgO എടുക്കുകയാണെങ്കിൽ എത്ര വരും? Mg2+ ആണ് വരുന്നത്. Mg2+ പറയുമ്പോൾ 2 × ആനയോൺ പറഞ്ഞാൽ ഓക്സിജൻ O2- ആണ്. അപ്പൊ 2 വരും. അപ്പൊ അതിന്റെ വാല്യൂ 4 ആണ് വരുന്നത്. ഇനി CaCl2 ആണെങ്കിലോ Ca2+ഉം Cl ന്റെ 1 വരും. അപ്പൊ അവിടെ എന്ത് വരും? 2 ആണ് വരുന്നത്. ഇനി Al2O3 ആണെങ്കിലോ Alന്റെ നമുക്കറിയാം +3 ആണല്ലോ. അപ്പൊ 3 × ഓക്സിജന്റേത് 3 അല്ലെങ്കിൽ എന്ത് ഓന്റെ വാല്യൂ വരുന്നത് ചാർജ് വരുന്നത് 2 ആണല്ലോ, -2. അപ്പൊ 3 × 2 6 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ Z × Z- എത്ര വരുന്നത്? 6 ആണ് Al2O3 വരുന്നത്. അപ്പോ ലാറ്റിസ് എനർജി എന്ത് ഇൻക്രീസ് ചെയ്യും? ആരിൽ? Al2O3-യിൽ. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ഇങ്ങനെ കോമ്പൗണ്ട്സ് തന്നിട്ട് അത് ലാറ്റിസ് എനർജി കൂടിയത് ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റ് എന്താ മതി? അതിന്റെ ആനയോണിന്റെയും കാറ്റയോണിന്റെയും ചാർജസിന്റെ പ്രൊഡക്റ്റ് കാണുക. അത് കൂടുതൽ ആർക്കാണോ അവൻക്കായിരിക്കും യു കൂടുതൽ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു റിലേഷൻ ഓർത്തു വെക്കുക. അപ്പൊ ആൻസർ ഡി ആണ്. അടുത്ത് നോക്കൂ. ദ ബോൺ-ഹേബർ സൈക്കിൾ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ്. ബോൺ-ഹേബർ സൈക്കിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അറിയാം എന്തിനാണ്? സിമ്പിൾ ചോദ്യമാണ്. ലാറ്റിസ് എനർജി കണ്ടുപിടിക്കാനാണ് അല്ലേ. ലാറ്റിസ് എനർജി കണ്ടുപിടിക്കാനാണ് ബോൺ-ഹേബർ സൈക്കിൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്.
അടുത്ത് നോക്കൂ. ദ പോളറൈസിംഗ് പവർ ഓഫ് എ കാറ്റയോൺ ഇൻക്രീസസ് വിത്ത്. കാറ്റയോണിന്റെ പോളറൈസേഷൻ പവർ അല്ലെങ്കിൽ പോളറൈസിംഗ് പവർ കൂടുന്നത് ഏത് സമയത്തൊക്കെയാണ്? നമുക്കറിയാം കാറ്റയോണിന്റെ സൈസ് കുറയണം അല്ലേ, അതുപോലെ ചാർജ് കൂടണം. ഓക്കെ, ഈ രണ്ട് കേസിലാണ് എന്ത് ഇതിന്റെ കാറ്റയോണിന്റെ പോളറൈസിംഗ് പവർ കൂടുക. ഓക്കെ, അപ്പൊ ആ ഓപ്ഷൻ വരുന്ന ഏതാണ്? ഇൻക്രീസ് ഇൻ ചാർജ് ആൻഡ് ഡിക്രീസ് ഇൻ സൈസ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് മാക്സിമം കോവാലന്റ് ക്യാരക്ടർ അക്കോർഡിംഗ് ടു ഫയാൻസ് റൂൾ? ഫയാൻസ് റൂൾ പ്രകാരം കൂടുതൽ കോവാലന്റ് നേച്ചർ കാണിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? അപ്പൊ ഇങ്ങനെ തരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ചാർജസ് കമ്പയർ ചെയ്ത് നോക്കുക, അതുപോലെ അതിന്റെ അയോണിക് സൈസുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കാം. നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം. ചാർജ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും എന്താണ് പ്ലസ് ചാർജിന് വരുന്നത്? എൻ എ പ്ലസ് സി എൽ മൈനസ്. കെ ബി ആർ ആണെങ്കിലും കെ പ്ലസും ബി ആർ മൈനസ് ആണ് വരിക. അപ്പൊ ചാർജിന് ഇവിടെ പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആനയോണിക് കാറ്റയോണിക് സൈസ് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ആനയോണിന്റെ സൈസ് ആർക്കാണ് കൂടുതൽ? അയഡിനാണ് കൂടുതൽ, I- ആണ് കൂടുതൽ അല്ലേ? അപ്പൊ സൈസ് കൂടിയാൽ അതെന്ത് ചെയ്യും? കോവാലനൈസർ കൂടുതൽ കാണിക്കും. അപ്പൊ അയഡിൻ വരുന്ന കോമ്പൗണ്ട് എന്ത് ചെയ്യാം? നമുക്കൊരു പോയിന്റ് അത് നോക്കാം. ഓക്കെ, ഇനി അടുത്തൊരു കേസ് നോക്കേണ്ട എന്താണ്? കാഥോഡിന്റെ സൈസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ അയണൈസേഷൻ പവർ അതിന്റെ കോവാലനൈസർ കൂടും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ എ പൊട്ടാഷ്യം ലിഥിയം സീഷ്യം തന്നിരിക്കുന്നതിൽ സൈസ് കുറവാർക്കാണ്? ലിഥിയത്തിനാണ് അല്ലേ? അതുപോലെ ആനോഡിന്റെ സൈസ് കൂടുതൽ ആർക്കാണ്? അയഡിനാണ്. അപ്പൊ തന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോവാലനൈസർ കാണിക്കുന്ന ആരായിരിക്കും? Li ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫയാൻസ് റൂൾ പ്രകാരം നമുക്ക് എന്ത് നമ്മളിപ്പോ കണ്ടുപിടിച്ചു? Liക്കാണ് ഏറ്റവും കൂടുതൽ കോവാലന്റ് നേച്ചർ ഉള്ളത്. ദെൻ ഇതിന് ആൻസർ പറയൂ. ഇൻ ദ ബോൺ ഹേബർ സൈക്കിൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ് ഈസ് എൻഡോതെർമിക്? നമ്മൾ എൻഡോതെർമിക്കും പഠിച്ചിട്ടുണ്ട്, എക്സോതെർമിക്കും. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു, NaCl ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് 5 ഘട്ടങ്ങളിലായിട്ടാണ് NaCl ഫോം ചെയ്യുന്നത് അല്ലേ? അതിൽ എൻഡോതെർമിക് വരുന്നത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ്? അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കുന്നത് ഏതൊക്കെ സമയത്താ? ഫസ്റ്റ് Na പ്ലസ് അല്ലെങ്കിൽ സോളിഡ് ഗ്യാസ് ആയി മാറുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്ലിമേഷൻ എനർജി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെന്താണ് ശരിക്ക്? അത് എൻഡോതെർമിക് ആണ് അല്ലേ? നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം, സബ്ലിമേഷൻ ഓഫ് മെറ്റൽ. ഇനി അടുത്തത് എൻഡോതെർമിക് വരുന്ന ഏതാ? പറയൂ. ഇപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്ന സമയത്ത് എൻഡോതെർമിക് ആണോ? അല്ലല്ലോ. അവിടെ യു ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലാറ്റിസ് എനർജി എന്താണ് വരുന്നത്? നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത് അല്ലേ? അവ എക്സോതെർമിക് ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്കൂ, ഫോർമേഷൻ ഓഫ് ഗേഷ്യസ് അയോൺ. അവിടെ എന്താ സംഭവിക്കുക? നമ്മൾക്കിപ്പോ ഗേഷ്യസ് അയോൺ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നോക്കൂ, നമ്മളിപ്പോ എൻഎയിൽ നിന്ന് Na+ ഉണ്ടാക്കണം. Na+ ഉണ്ടാക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? അയണൈസ് ചെയ്യണ്ടേ. അപ്പൊ അപ്പൊ എന്താണ്? എനർജി അങ്ങോട്ട് കൊടുക്കണം. അത് എന്താ? എൻഡോതെർമിക് ആണ് അല്ലേ? അപ്പോ നമുക്ക് പറയാം ഗേഷ്യസ് അയോൺ ഫോം ചെയ്യുന്ന സമയത്തും നമുക്ക് പറയാം എന്താണ്? അത് എൻഡോതെർമിക് ആണ് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ എയും ഡിയും കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. 9ാമത്തെ ചോദ്യം. ഫോർ ദ കോമ്പൗണ്ട്സ് NaF, NaCl, NaBr, Nai, the lattice energy decreases in the order. ഇവിടെ ലാറ്റിസ് എനർജി ആണ് ചോദിച്ചത്, കോവാലനൈസർ അല്ല, മാറിപ്പോകരുത്. അപ്പൊ ഇവിടെ ലാറ്റിസ് എനർജി ചോദിച്ചാൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഏതൊക്കെയാണ്? എല്ലാം ഇവിടെ നോക്കുകയാണെങ്കിൽ കാറ്റോണൊക്കെ സെയിം ആണ് അല്ലെ? എല്ലാം സോഡിയാണ്. അപ്പൊ ഇനി നമുക്ക് എന്താ കാറ്റോൺ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് വരുന്നില്ല. ദെൻ ഇനി ഡിഫറെന്റ് ആയി വരുന്ന ആരൊക്കെയാണ്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണല്ലോ. അപ്പൊ ഇവയുടെ സൈസിന്റെ വേരിയേഷൻ നോക്കാം. ഇവിടെ സൈസ് ആർക്കാണ് കൂടുതൽ? സൈസ് കൂടുതൽ അയഡിനാണ് അല്ലേ? അപ്പൊ നമുക്കറിയാം ആനയോണിന്റെ സൈസ് കൂടിയാൽ നമുക്കറിയാം യുവും അതുപോലെ സൈസും അല്ലെങ്കിൽ റേഡിയസും തമ്മിൽ ഇതെന്താണ്? ഇൻവേഴ്സ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ സൈസ് കൂടിയാൽ അതിന് ലാറ്റിസ് എനർജി കുറവാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ തന്നെ പറയൂ, ആർക്കായിരിക്കും ലാറ്റിസ് എനർജി കുറവ് വരിക? അല്ലേ? കാരണം എന്താ? ആനയോണിന്റെ സൈസ് കൂടുതലാണ്. ആനയോണിന്റെ സൈസ് കൂടിയാൽ
ആനയോണ്ടാവട്ടെ കാറ്റോണ്ടാവട്ടെ സൈസ് കൂടിക്കഴിഞ്ഞാൽ ഈ ലാറ്റിസ് എനർജിയുടെ കേസിൽ എന്താണ് അത് ചെറിയ വാല്യൂ ആണ് വരിക. അപ്പൊ ഇവിടെ ഏറ്റവും ചെറുത് ആർക്കാണ്? NaI ആണ് ചെറുത്. ഇനി വലുത് ആരാ നോക്കാം. വലുത് ഇവിടെ നോക്കുമ്പോ NaF, എഫിന്റെ എന്താ ഫ്ലോറിന്റെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ കാറ്റയോൺ F- എന്താണ്? ചെറുതല്ലേ? കാറ്റോൺ ചെറുതാണെങ്കിൽ അവിടുത്തെ അയോണിക് റേഡിയസും എന്താവും? ചെറുതാവും. ചെറുതാവുമ്പോൾ സ്വാഭാവികമായിട്ടും U കൂടും. അപ്പൊ കൂടുതൽ വാല്യൂ ആർക്കാണ് വരിക? NaFനാണ്. ഓക്കെ, നമുക്ക് ഇൻക്രീസിങ് ഓർഡർ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ്? NaFനും ഏറ്റവും കുറവ് ആർക്കാണ്? NaIനും. ഈ റിലേഷൻ വരുന്ന ആരാണ്? നോക്കൂ, തെറ്റല്ലേ? എന്താ NaIക്കാണ് ലാറ്റിസ് എനർജി കൂടുതൽ എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് B നോക്കൂ. B എന്താ? NaFനാണ് കൂടുതൽ. അത് കഴിഞ്ഞിട്ടാണ് NaCl, അത് കഴിഞ്ഞിട്ടാണ് NaBr, ദെൻ NaI. നമുക്ക് പറയാം ഓപ്ഷൻ B ആണ് ലാറ്റിസ് എനർജിന്റെ ഡിക്രീസിങ് ഓർഡർ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലാറ്റിസ് എനർജി NaFനും കുറവ് ആർക്കാണ്? NaIനും ആണ്. എന്തുകൊണ്ട് പറഞ്ഞു ചോദിച്ചാൽ നമുക്കറിയുന്നതാണ് ബോൺ ലാൻഡ് ഇക്വേഷൻ പ്രകാരം U is inversely proportional to ഇന്റർ അയോണിക് റേഡിയസ് ആണ്, അല്ലെങ്കിൽ ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് ആണ്. ദെൻ നമുക്കറിയാം സൈസ് കൂടിക്കഴിഞ്ഞാൽ 0 എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കൂടുമല്ലോ അല്ലേ? അപ്പം U എന്തിന് ഇൻവേഴ്സ് തന്നെയാണ്? സൈസിന് ഇൻവേഴ്സ് തന്നെയാണ്. അപ്പൊ ലാസ്റ്റ് ചോദ്യം, ഇതിന് ആൻസർ പറയൂ. വിച്ച് ഫാക്ടർ കോൺട്രിബ്യൂട്ട്സ് മോസ്റ്റ് ടു ദ ഇൻസ്റ്റബിലിറ്റി ഓഫ് AgI കമ്പയർഡ് ടു NaI? ഇതില് AgI എന്താണ് മോസ്റ്റ് സോറി അതിന്റെ ഇൻസ്റ്റബിലിറ്റി കാണിക്കുന്നുണ്ട്. ഏതിനേക്കാൾ? NaIനേക്കാൾ ഇൻസ്റ്റബിലിറ്റി കാണിക്കുന്നുണ്ട്. നമുക്കറിയാം സ്റ്റെബിലിറ്റി എല്ലായ്പ്പോഴും കൂടുതലായിരിക്കും ഉണ്ടാവുക. സ്റ്റെബിലിറ്റി കൂടണമെങ്കിൽ അതെന്താ? അയോണിക് കോമ്പൗണ്ടുകളായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. കാരണം എന്താ? അതിന്റെ ബോണ്ടുകൾ വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വളരെ കൂടുതലാണ്. അത് അയോണിക്കിനാണ് എന്താ? അയോണിക് കോമ്പൗണ്ട്സിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പൊ അതുപോലെ അത് കോവാലന്റ് ആണെങ്കിൽ, കോവാലന്റ് നേച്ചർ കാണിക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി എന്താണ്? കുറയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ചോദ്യം വളരെ തിരിച്ചു ചോദിച്ചിട്ടുള്ളത്. കാരണം എന്താ? ഇൻസ്റ്റെബിലിറ്റി ചോദിച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇവിടെ AgI കൂടുതൽ കോവാലന്റ് നേച്ചർ കാണിക്കുന്നു ആരേക്കാൾ? NaIനേക്കാൾ. റീസൺ എന്താ പറയൂ? നമുക്കറിയാം Ag+ എന്താണ്? അതിന്റെ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തിനു സിമിലർ ആണ്? അത് എടുക്കുകയാണെങ്കിൽ അത് സ്യൂഡോ ഇലക്ട്രോണിക് അല്ലെങ്കിൽ സ്യൂഡോ ഇനർട്ട് ഗ്യാസിന്റെ കോൺഫിഗറേഷന് സിമിലർ ആയിട്ട് വരും അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കറിയാം സ്യൂഡോ ഇനർട്ട് ഗ്യാസിന്റെ കോൺഫിഗറേഷൻ വരികയാണെങ്കിൽ അവയ്ക്ക് കൂടുതൽ കോവാലന്റ് നേച്ചർ കാണിക്കും. കൂടുതൽ കോവാലന്റ് നേച്ചർ കാണിച്ചാൽ അത് സ്റ്റെബിലിറ്റി കുറവായിട്ട് വരും. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് Ag+ന് സ്റ്റെബിലിറ്റി കുറഞ്ഞത്. NaIക്കാണെങ്കിൽ അവിടെ സോഡിയത്തിന്റെ കേസ് Na+ എന്താണ്? അത് കാണിക്കുന്നത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. സ്വാഭാവികമായിട്ടും അതിന്റെ കോവാലന്റ് നേച്ചർ കുറയാണ് ചെയ്യുക. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? Agനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഇതിൽ ഉണ്ടോ നോക്കൂ. ലാർജ് സൈസ് ഓഫ് Ag+ ആണോ? അല്ല. അടുത്തത് സ്മോളർ പോളറൈസിംഗ് പവർ ഓഫ് Ag+, അതാണോ? അതുമല്ല. ഓപ്ഷൻ സി നോക്കൂ, ഗ്രേറ്റർ കോവാലന്റ് ക്യാരക്ടർ ഓഫ് AgI, അതല്ലേ ഇവിടെ ആൻസർ വരുന്നത്. കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ ആർക്കാണ്? AgIക്കാണ്. അതുപോലെ പോളറൈസിംഗ് പവറും കൂടുതൽ ആർക്ക് തന്നെയാണ്? Agക്ക് തന്നെയാണ്. ബി തെറ്റാണ്. ഓക്കെ. അതുപോലെ അടുത്ത് നോക്കൂ, ഹൈ ഹൈഡ്രേഷൻ എനർജി ഓഫ് Ag+, അല്ല. ഇവിടെ ഹൈഡ്രേഷൻ എനർജി കൂടുതൽ ആർക്കാണ്? സോഡിയത്തിനാണ്. ഓക്കെ, Na+നാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഗ്രേറ്റർ കോവാലന്റ് ക്യാരക്ടർ ഓഫ് AgI. അതിന്റെ റീസൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടുത്തെ സ്യൂഡോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എന്ത്? അല്ലെങ്കിൽ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് ഇവിടെ റീസൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി Ag+, Ag ഇനിയിപ്പോ സപ്പോസ് CuCl തരാം, അല്ലെങ്കിൽ വേറെ കോമ്പൗണ്ടുകൾ തരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കമ്പയർ ചെയ്യാൻ പറ്റണം. ഇനി Zn2+ വെച്ച് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ Cad2+ വരികയാണെങ്കിലോ ഒക്കെ നിങ്ങൾ മൈൻഡിൽ വരേണ്ടത് എന്താണ്? ഇവയ്ക്കൊക്കെ കോവാലന്റ് ബിഹേവിയർ കൂടുതലായിരിക്കും. റീസൺ എന്താ? ഇതിലെ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് ഓക്കെ, എല്ലാ റീസൺ മനസ്സിലാക്കുക. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അയോണിക് ബോണ്ട് എന്ന ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. എല്ലാം നന്നായിട്ട് കവർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോവാലന്റ് പ്രോപ്പർട്ടീസ് ആണ് എന്ത്, അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടും ദെൻ അതിൽ വരുന്ന വാലൻസ് ബോണ്ട് തിയറിയും, ഹൈബ്രിഡൈസേഷൻ, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, പിന്നെ ലാസ്റ്റ് ഹൈഡ്രജൻ ബോണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് എന്താ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതെല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.